Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. आशीष से भरे हुए इस सुबह के समय के लिए प्रभु का धन्यवाद करता हूँ. യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ മാത്യു ഫിലിപ്പ്, അതുപോലെ ഡിസ്ട്രിക്റ്റിന്റെ സ്തുത്യർഹമായ ശുശ്രൂഷയിൽ ശക്തിയോടെ നിൽക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PA മാത്യു, അതുപോലെ എന്നെ വിളിച്ച പ്രിയ കർത്താവിന്റെ ദാസൻ ജോബി ജോണ്, നിത്യതയുടെ വിത്ത് ചുമക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനും എല്ലാ ദൈവമക്കൾക്കും ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. आज की सभा के संचालक और हमारे डिस्ट्रिक्ट के अगुवे, साथ ही साथ अनंत वचन के बीज बोने वाले सभी प्रभु के दास लोग और सभी प्रिय लोगों को जल्द आने वाले प्रभु यीशु मसीह में मसीह वंदना मैं देता हूं. വർഷങ്ങൾക്ക് മുമ്പ് നാം പ്രസംഗിച്ച പ്രതിസന്ധികളും നാം ഉറക്കെ പറഞ്ഞ കർത്താവിന്റെ വരവും നമ്മുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് നാം ആക്കപ്പെട്ടിരിക്കുന്നത്. हम उस वक्त आ खड़े हैं जहां सालों पहले हम वचन प्रभु यीशु मसीह के आगमन के बारे में प्रचार करते थे और उस समय की कठिनाइयों को प्रचार करते थे. हम उस घड़ी में, उस वक्त में हम आ खड़े हैं. നമ്മുടെ പ്രത്യാശാപുരുഷനാകുന്ന കർത്താവിനെ നാം നേരിട്ട് കാണാൻ ഇനി കാലം അധികമില്ല എന്നറിഞ്ഞ് ഉണർന്ന് ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. प्रभु का धन्यवाद करता हूं कि हमारा यीशु मसीह के आगमन अति निकट है और उस पर आशा और विश्वास रखते हुए जागृति के साथ तैयारी में बैठे हुए प्रिय लोगों के लिए मैं धन्यवाद करता हूं. ആകാശത്തിലൂടെ പറക്കുന്ന പറവയുടെ രണ്ട് ചിറകുകൾ പോലെയാണ് ദൈവസഭയ്ക്ക് ആരാധനയും ദൈവവചനവും. आकाश में उड़ रहे पक्षी के दो पंख के समान है परमेश्वर के भक्त के लिए आराधना और प्रभु के वचन. വളരെ ശക്തമായിട്ട് ഇന്ന് രാവിലെ ആരാധിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയല്ലോ. നാം ഇനി ദൈവ വചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാണ്. सुबह बड़े सामर्थ्य के साथ प्रभु की आराधना करने के लिए प्रभु ने हमें सहायता की. अब हम प्रभु के वचन हम सुनने जा रहे हैं. നിത്യതയുടെ വിത്ത് ചുമക്കുന്ന കർത്താവിന്റെ ദാസന്മാര്, നിറകണ്ണുകളോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഇന്ന് ഈ പകല് യോഗത്തിലുണ്ട്. കർത്താവ് നിങ്ങളോട് സംസാരിപ്പാൻ എന്നെ ഏൽപ്പിച്ച ദൈവവചന ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയെ ചോദിക്കുകയാണ്. अनंत वचन के बीज बोने वाले प्रभु के दास लोग और भरी आंसुओं के साथ प्रभु की उपस्थिति में प्रार्थना करने वाले प्रिय लोग, आप सभी का मन और ध्यान जो प्रभु की आत्मा ने मुझे दिया है उस वचन की ओर मैं केंद्रित करना चाहूंगा, आपका ध्यान लाना चाहूंगा. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. प्रेरितों की पुस्तक 16वीं अध्याय उसकी 19 और 20वीं आयत को मैं पढ़ना चाहूंगा. जब उसके स्वामियों ने देखा कि हमारी कमाई की आशा जाती रही तो पौलुस और सीलास को पकड़ के चौक में प्रधानों के पास खींच ले गए और उन्हें फौजदारी के हाकिमों के पास ले गए और कहा कि ये लोग जो यहूदी है हमारे नगर में बड़ी हलचल मचा रहे हैं. വാഗ്ദത്തമുള്ള ദർശനമുള്ള ദൈവശബ്ദം കേട്ട ദൈവവിളി അനുസരിച്ച് ഇറങ്ങിത്തിരിച്ച ഒരു അസാധാരണനായ ദൈവമനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്നു എന്നൊരു ഭാഗമാണ് ഇന്ന് രാവിലെ നിങ്ങളോട് ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ കയ്യിൽ നൽകിയത്. परमेश्वर ने जो वचन मेरे हाथ में दिए हैं
वो इस प्रकार से हैं, परमेश्वर की बुलाहट को सुने हुए, परमेश्वर के दर्शन को पाए हुए और बड़े सामर्थ्य के साथ प्रभु की सेवा में दिन रात मेहनत करने वाले प्रभु के अभिषिक्त के दास को यहाँ पर हम में खींचते हुए लेके गए। इस प्रकार से हमने पढ़ा। വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുക. बड़ी प्रार्थना के साथ अब प्रभु की हुजूरी में बैठिएगा। പൗലോസിനെ എങ്ങോട്ടാണ് വലിച്ചുകൊണ്ട് പോകുന്നത്? മരണത്തിലേക്കാണോ? വലിയ പ്രതികൂലത്തിലേക്കാണോ? പ്രതിസന്ധിയിലേക്കാണോ? തകർച്ചയിലേക്കാണോ? എല്ലാം അവസാനിക്കാൻ പോകുകയാണോ? ഫുൾ സ്റ്റോപ്പ് വീഴാൻ പോകുകയാണോ? ഏഷ്യ മൈനറിലെ സുവിശേഷീകരണം അവസാനിച്ചോ? ഈ വലിച്ചിഴയ്ക്കുന്നത് എങ്ങോട്ട് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഇന്ന് പകലത്തെ ദൈവാലോചന. प्रेरित पौलुस को कहां खींच के लेकर जा रहे हैं? क्या मृत्यु की ओर लेके जा रहे हैं? क्या ना उम्मीद की ओर लेके जा रहे हैं? क्या उसके जीवन के समाप्ति की ओर लेके जा रहे हैं? और एशिया माइनर की सुसमाचार की प्रचार की अंत की ओर लेके जा रहे हैं? कहां लेके जा रहे हैं? उसकी सवाल के साथ मैं आपसे बात करना चाहूंगा। വിശ്വസ്തമായി കർത്താവിന്റെ വേല ചെയ്തിട്ടും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നമ്മെ വലിച്ചിഴയ്ക്കുമ്പോൾ അതിന്റെ അർത്ഥമെന്തെന്നറിയാതെ നമ്മൾ വേവലാതിപ്പെടുമ്പോൾ ആ ഇഴയ്ക്കലുകൾ എങ്ങോട്ടെന്ന് കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. विश्वास योग्य रहते हुए प्रभु की सेवकाई करते हैं, परंतु उस बीच हमारी उम्मीद के ना उम्मीद के मुताबिक कुछ परिस्थिति हमारे जीवन में आती है, तो हमारे मन में यह सवाल उठता है कि कहां मैं जा रहा हूं, कहां मुझे लेके जा रहे हैं। उसकी सवाल का उत्तर आज हम प्रभु यीशु से हम पाएंगे। എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ആത്മാവിൽ പ്രാപിച്ച അതികായനായ ഒരു ദൈവത്തിന്റെ മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. प्रेरित पौलुस वो व्यक्ति जिसने इब्रानियों की किताब सहित परमेश्वर की कलीसिया के लिए 14 महान ग्रंथ के लिखे हुए परमेश्वर के बड़े सामर्थ्य अभिषिक्त दास है प्रेरित पौलुस। പൗലോസ് ആരാണെന്ന് പറഞ്ഞ്, പൗലോസ് എന്താണ് എഴുതിയതെന്ന് പറഞ്ഞ് പൗലോസിന്റെ അനുഭവത്തിലേക്ക് ഈ ദൂതുമായി മുന്നേറാൻ ആഗ്രഹിക്കുകയാണ്. प्रेरित पौलुस कौन है और प्रेरित पौलुस क्या था, उसके अनुभव क्या था, इस बात की मनन करते हुए हम आगे की ओर बढ़ेंगे। പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാൽ ലേഖനം ജനിക്കും, പുറത്തിറക്കി വിട്ടാൽ സഭ ജനിക്കും. प्रेरित पौलुस की खासियत यह है कि उसे बंदी गृह में डालो तो वहां पर आत्मा में वो पुस्तकें रचता है, किताबें लिखता है, और अगर उसको बाहर डालो तो वहां पर कलीसिया पैदा होती है, कलीसिया उत्पन्न होती है। അടച്ചിട്ടാലും പുറത്തിറക്കി വിട്ടാലും അതിശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അസാധാരണനായ ദൈവത്തിന്റെ മനുഷ്യൻ. चाहे उसको बंदी गृह में डालो, चाहे उसे बाहर डालो, जहां भी डालो, परमेश्वर के लिए बड़े सामर्थ्य के साथ सेवा करने वाला एक असाधारण मनुष्य है प्रेरित पौलुस। ഇന്ന് പകൽക്കാലം ഈ ഡിസ്ട്രിക്റ്റിനെ നോക്കി ആത്മാവ് ഒരു പ്രവചനം പറഞ്ഞു തുടങ്ങുകയാ. പിശാച് നടത്തുന്ന അടയ്ക്കലുകൾ പിശാചിന്റെ വിജയമല്ല, അത് ദൈവരാജ്യത്തിന്റെ വിജയമാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാ. पवित्र आत्मा इस प्रकार से भविष्यवाणी कर रही है हमारे डिस्ट्रिक्ट को देखकर कि जो भी दरवाजे हमारे सामने बंद हुए हैं, जो भी दरवाजे हमारे खिलाफ बंद हैं, ये पराजय नहीं है बल्कि एक बड़ी जीत की ओर कदम है, एक बड़ा जीत की ओर होने वाला ये परेशानी है। ദൈവമക്കൾ ഇന്ന് രാവിലെ അറിയണം, ഓരോ പ്രതിസന്ധികളും ദൈവമക്കളുടെ മുൻപിലേക്ക് ദൈവം അയച്ചു തരുമ്പോൾ വളരുന്നത് പ്രതിസന്ധിയല്ല, വളരുന്നത് നമ്മുടെ വിശ്വാസമാണ്.
मेरे प्रियो, जब आपके जीवन में मुश्किलात आती है तो ये मत सोचिए कि मुश्किलात बढ़ती है, बल्कि उस मुश्किलात में, उस कठिनाई में आपका विश्वास बढ़ता है। ഒരു ദൈവദാസന്റെ മുൻപിൽ സിംഹം വായടയ്ക്കുമെന്ന് നാം ഇന്ന് പ്രസംഗിക്കുന്നത് ഒരിക്കൽ ദാനിയേല് സിംഹത്തിന്റെ കുഴിക്കകത്ത് പോയത് കൊണ്ടാണ്. ഇന്ന് പല സഭയോട് പറയുന്നു, പിശാചിന്റെ അടയ്ക്കലുകൾ ദൈവത്തിന്റെ പദ്ധതികളാക്കി എന്റെ ദൈവം മാറ്റാൻ പോകുകയാ. शैतान के किए हुए हर एक दरवाजे को परमेश्वर खोलने जा रहा है। और देखिए, हम देखते हैं कि एक शेर ने मुंह बंद किया, उसकी प्रचार इसलिए करते हैं। वैसा अनुभव दानियेल के जीवन में था, उस भक्त के जीवन में था। उस शेर का मुंह जैसे परमेश्वर ने बंद किया, वैसे शैतान के बंद किए हुए हर एक बातों को परमेश्वर खोलने जा रहा है। ഒരിക്കൽ ദാനിയേലിന്റെ സിംഹത്തിന്റെ കുഴിയുടെ അടുക്കൽ വന്ന് രാജാവ് ചോദിച്ചൊരു ചോദ്യം ഓർമ്മയുണ്ടോ? ദാനിയേലേ, നിന്നെ രക്ഷിപ്പാൻ നിന്റെ ദൈവം പ്രാപ്തനായോ? ദാനിയേല് കുഴിക്കകത്തെന്ന് പറഞ്ഞ മറുപടി, രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വാഗ്ദത്തമുള്ളവൻ സിംഹത്തിന്റെ കുഴി കടന്നാലും മരിക്കത്തില്ല. പക്ഷെ വാഗ്ദത്തമില്ലാത്തവൻ കൊട്ടാരത്തിൽ താമസിച്ചാലും മരിച്ചു വീഴും. ഒറ്റ വാക്ക് ഞാൻ ദൈവമക്കളോട് പറയാം, വാഗ്ദത്തമുള്ളവന്റെ സിംഹക്കുഴി വാഗ്ദത്തമില്ലാത്തവന്റെ കൊട്ടാരത്തെക്കാൾ സെക്യൂരിറ്റിയാണ്. വിശ്വസിക്കുന്നവരെ ആമേൻ പറഞ്ഞാട്ടെ. हम देखते हैं कि उस शेर के मांद में जब दानियेल पड़ा तो राजा ने आके पूछा कि हे जीवित परमेश्वर के दास दानियेल, तो जिंदा है? तो दानियेल ने उस राजा से कहा कि राजा, तेरी आयु लंबी हो। मेरे प्रिय हो, मैं कहना चाहता हूं कि जिस व्यक्ति के ऊपर परमेश्वर का वायदा और वाचा है, उसको चाहे शेर के मांद में भी डाले तो वो भी वहां जीवित रहता है। परंतु जिस व्यक्ति के जीवन में परमेश्वर का वायदा, परमेश्वर का वाचा नहीं है, परंतु तो चाहे वो राजमहल में भी रहे, तो उसकी मृत्यु तय है। പൗലോസിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, കാരാഗൃഹത്തിലിട്ടാൽ ലേഖനം ജനിക്കും, ഇറക്കി വിട്ടാൽ ദൈവസഭ ഉണ്ടാകും. രണ്ടാമത്തെ പ്രത്യേകത ഞാൻ പറയുന്നു, ഒരിക്കൽ അനന്യാസ് എന്ന് പറയുന്ന വലിയ പ്രവാചകനോട് ദൈവം പറയുകയാ, നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ പൗലോസ് തർസോസുകാരനായവൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അനന്യാസ് പറഞ്ഞ വാക്കോർക്കുന്നുണ്ടോ? ദൈവമേ, ആ മനുഷ്യൻ ഭയങ്കരനാണ്, അതിന് ദൈവം പറഞ്ഞത് അവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാ. രണ്ടാമത്തെ ദൂത്, മനുഷ്യന് നിന്നെ കുറിച്ചുള്ള അഭിപ്രായമല്ല ദൈവത്തിന് നിന്നെ കുറിച്ചുള്ളത്. दूसरी खासियत यह है कि पहली हमने सुना कि प्रेरित पौलुस को बंदी गृह में डालो तो पत्रियां लिखता है, बाहर डालो तो कलीसिया की स्थापना करता है। हम देखते हैं कि हनन्याह के दास के द्वारा परमेश्वर ने कहा कि जा उस शाऊल के पास जाकर प्रार्थना कर। तो शाऊल ने, उस अनन्यास ने कहा कि वो तो बड़ा डरावना मनुष्य है, परंतु परमेश्वर ने अनन्यास से कहा नहीं, वो मेरा चुना हुआ पात्र है। दूसरी भविष्यवाणी आपसे इस प्रकार से कहना चाहूंगा कि जिस व्यक्ति या जिस समूह आपको तिरस्कार करता है, उसको ही परमेश्वर चुनता है। ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വളരെ ഗൗരവമായിട്ട് പറയുന്നു, മനുഷ്യന്റെ അഭിപ്രായം തിരുത്തിക്കൊണ്ട് ദൈവം ചിലരെ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാ. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദൂതനോട് പ്രതികരിച്ചോട്ടെ. पवित्र आत्मा में इस प्रकार से मैं कहना चाहूंगा कि इन दिनों में इंसान के द्वारा, मनुष्य के द्वारा, समूह के द्वारा तिरस्कार पाए हुए लोगों को इस पीढ़ी में परमेश्वर चुनकर आपके राज्य की महिमा के लिए उन्हें इस्तेमाल करने जा रहा है। जो कोई प्रिय सुन रहे हैं, विश्वास के साथ हाथ उठाकर प्रभु का धन्यवाद करे। നിങ്ങളെ കുറിച്ച് നല്ലതല്ലാത്ത അഭിപ്രായം പറഞ്ഞ പലരും നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകാം. ചിലര് നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിരിക്കുക. 2022 മനുഷ്യൻ പറഞ്ഞതെല്ലാം മായ്ച്ചുകളാ. ദൈവം നിന്നെ വളരെ ശക്തമായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം.
शायद आपके प्रिय यह मनुष्य आपके बारे में अच्छा नहा कहा हो, बुरा कहा हो, आप निकम्मे हैं या आप कमजोर, इस प्रकार की बातें कहा हो, तो उस बातों को 2022 में भूल जाइए, उस बात की ओर मन ना लगाइए। परंतु परमेश्वर की आत्मा कहता है कि 2022 में आपको परमेश्वर उन्हीं के सामने बड़े सामर्थ्य के साथ प्रभु आपको इस्तेमाल करेगा, प्रभु आपको उपयोग करेगा। विश्वास करने वाले हाथ उठाकर प्रभु का धन्यवाद दे। ആമേൻ. നിങ്ങള് എല്ലാരും എന്നെ വളരെ ഗൗരവമായിട്ട് നോക്കിയിരിക്കുന്നു. ചിലരൊക്കെ ഭിത്തിയെ ഫോട്ടോ തൂക്കിയ പോലെ ഇരിക്കുന്നു. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അനക്കവും ഇല്ല. ദയവായിട്ട് ഒന്ന് ഫ്രീ ആയിട്ടിരുന്നേ. ഹല്ലേലൂയ. നിങ്ങളവിടെ ദേഷ്യം കയറിയിരുന്നാൽ വെറുതെ നിങ്ങളുടെ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് സന്തോഷത്തോടെ കേൾക്കുന്ന ദൂതന് ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ്, ഞാൻ എപ്പോഴും നാട്ടിൽ പ്രസംഗിക്കും പറയും, കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചില്ല പിന്നെ കൈയും കാലും ഇട്ട് അടിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ദൂതനോടൊക്കെ ഒന്ന് പ്രതികരിച്ച്, നിങ്ങളിവിടെ ദേഷ്യം കയറിയിരുന്നാൽ ഞാൻ ദൂത് മറന്നു പോകാനും പോകുന്നില്ല, പ്രസംഗം നിർത്താനും പോകുന്നില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ ഒരു ശകല സമയം കിട്ടുന്ന സമയം സന്തോഷത്തോടെ, ഞാന് 25 വർഷമായി സഭയുടെ പാസ്റ്ററായിട്ട്. ഞാൻ ആകെ ഡൽഹിയിൽ വന്നിരിക്കുന്നത് 2 ദിവസമാണ് ആകെ. ആമേൻ. 2 ദിവസമേ ആകെ അവിടെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഡൽഹി എന്ന് പറഞ്ഞാൽ എനിക്ക് അമേരിക്കയേക്കാൾ വലുതാണ് ഡൽഹി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓപ്പൺ ആയിട്ട് എന്നെ ഒന്ന് കേട്ടിരുന്നേ. നമ്മൾ വെറുതെ ബലം പിടിച്ചുള്ള സമയം കളയണ്ട, ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങൾ പാസ്റ്റർമാരാന്ന് എനിക്കറിയാം, ഡിസ്ട്രിക്ട് പാസ്റ്റർ. എന്റെ അമ്മയുടെ ഗർഭപാത്രം ഉണ്ടാകുന്നതിന് മുമ്പേ ശിശുവിടേക്ക് ഇറങ്ങിയവരൊക്കെ ഈ കൂടെ ഉണ്ടാകും. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഞാൻ ഇനി ഇവിടെ കിടന്ന് എത്ര കാറിയാലും എനിക്ക് നിങ്ങളുടെ പ്രായം വരികയില്ല. ഇനി നിങ്ങൾ അവിടെ കിടന്ന് എത്ര ബഹളം വെച്ചാലും നിങ്ങൾക്ക് വചനത്തിന്റെ പ്രായവും വരികയില്ല. അതുകൊണ്ട് നമുക്ക് ഒതുങ്ങി ശകല സമയം ദൈവവചനം കേൾക്കാം. ഇതെല്ലാം ഒന്നും പറയണ്ട കേട്ടോ. ഓക്കെ, ഞാൻ ഈ ദൂതനകത്തോട്ട് കയറുക. നമുക്ക് ഒരുമിച്ച് ഒരു ശകലം ദൂരം ഒന്ന് സഞ്ചരിക്കണം. പൗലൂസിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഓപ്പൺ ആയിട്ട് വരണം. ഒന്ന്, പൗലൂസ് കാരാഗ്രഹത്തിൽ പോയാൽ ലേഖനം ഉണ്ടാകും, പുറത്തിറക്കി വിട്ടാൽ സഭയുണ്ടാകും. രണ്ടാമത്തെ പ്രശ്നം പൗലൂസിന്റെ ധൈര്യം. പൗലൂസിനെ കുറിച്ച് മനുഷ്യർക്കുള്ള അഭിപ്രായമല്ല ദൈവത്തിൻ്റെത്. ഞാനിത് പറയുമ്പോ എന്റെ ഞെട്ടൽ എന്നറിയോ, അന്ന് യെരൂശലേമിലെ പച്ചലേം കത്രിയായിട്ട് നിൽക്കുന്ന പ്രവാചകനാണ് അനന്യാസ്. ഭയങ്കര പവർഫുൾ മിനിസ്ട്രിക്കാരനാ. നിങ്ങൾ ഓർത്തു വയ്ക്കേ, നിങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ വന്ന് വെച്ചാൽ ആ മനുഷ്യൻ കൊള്ളുക എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം തീർന്നില്ലേ? എന്നാൽ ദൈവം പറയുക, അനന്യാസേ നീ പറയുന്നതല്ല ശരി, ഞാൻ പറയുന്നത് ശരി, എനിക്ക് അവനെ വേണം. ആമേൻ. आमीन। प्रेरित पौलुस की खासियत हमने देखा कि उसे पहली खासियत है कि बंदी गृह में डालो तो वो पत्रियां लिखता है, और बाहर डालो तो वहां से उसके द्वारा कलीसिया स्थापित होती है। और दूसरी खासियत है, जब परमेश्वर ने अनन्यास से कहा कि जाओ उसके पास जाओ और वो मेरा चुना हुआ है व्यक्ति है, तो अनन्यास कहता है कि परमेश्वर वो तो बड़ा डरावना व्यक्ति है, उससे देख कर डर लगता है। परंतु देखिए परमेश्वर कहता है कि तेरी राय नहीं है, तेरी बातें नहीं है, क्योंकि मैंने उसे चुना हुआ है, वो मेरे लिए है, मेरे नाम के निमित्त कष्ट उठाने के लिए मेरा चुना हुआ पात्र है। इस प्रकार की बातें हमने सुना। മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു, പൗലൂസിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ബലമില്ലാത്ത ഒരു ശരീരത്തിൽ ബലമുള്ള ദർശനം കൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ് പൗലൂസ്. तीसरी खासियत, अपने कमजोर शरीर में, अपने निर्बल शरीर में बहुत ही सामर्थ्य, बहुत ही बलवान सामर्थ्य लेकर, बल लेकर चला हुआ व्यक्ति है प्रेरित पौलुस। കണ്ണിന് കാഴ്ച കുറഞ്ഞ മനുഷ്യൻ, പുതപ്പില്ലാതെ തണുപ്പിനെ നേരിടാൻ ശേഷിയില്ലാത്ത മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ, തണുപ്പ് വരുന്നതിന് മുമ്പ് എന്റെ പുതപ്പ് കൊണ്ട് തരണമെന്ന് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റിനെ പോലും നേരിടാൻ കരുത്തില്ലാത്ത ഈ മനുഷ്യന്റെ പ്രത്യേകത, ആമേൻ, അസാധാരണമായ ദർശനം തന്റെ അകത്ത് കൊണ്ടു നടന്ന ഒരു ദൈവമനുഷ്യനാ. ഒരു വാക്ക് ഞാൻ ദൈവമക്കളോട് പറയാം, ആരോഗ്യമല്ല ദർശനത്തെ നിയന്ത്രിക്കുന്നത്, നിന്റെ ദർശനമാണ് നിന്റെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നത്. देखे, धुंधली सी दिखने वाली आंखें और साथ ही साथ वातावरण के साथ, मौसम के साथ ना एडजस्ट करने वाला
प्रेरित पौलुस देखिए कहता है कि सर्दी ठंड आने वाली है, उससे पहले मेरी चादर लेकर आ। तो मेरे प्रियो देखिए, इस कमजोर शरीर में भी परमेश्वर के बड़े सामर्थ्य का दर्शन को लेकर चलने वाला परमेश्वर के दास है प्रेरित पौलुस। मेरे प्रियो, आपका बलवान शरीर नहीं चलाता दर्शन की ओर, बल्कि आपका पाया हुआ दर्शन है जो आपको शरीर को बलवान बनाता है। ഉയരമുള്ള ഗോലിയാത്തിനെ ഉയരം കുറഞ്ഞ ദാവീദ് നേരിട്ടത് ശാരീരിക ബലത്തിന്റെ പിൻബലത്തിലല്ല, തന്റെ അകത്തു വാഴുന്ന അഭിഷേകത്തിന്റെ പിൻബലത്തിലാണ്. നീ പാർക്കുന്ന ദേശത്ത് ഏത് ശത്രു തലമൊക്കിയാലും നിന്റെ മേലുള്ള അഭിഷേകം അതിനെ ജയിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. देखिए, ऊंचे कद काठी गोलियात के ऊपर फतेह दाऊद ने पाया है, और दाऊद की कद काठी बहुत छोटा था, परंतु अपने शारीरिक दमखम पर नहीं, बल्कि उसके ऊपर जो परमेश्वर की आत्मा के सामर्थ्य था, उस आत्मा के सामर्थ्य के बल पर उसने गोलियात के ऊपर जयवंत पाया है। मेरे प्रियो, जो आपके जीवन में परमेश्वर के जो सामर्थ्य है, वही सामर्थ्य आपको जीवन की परिस्थितियों के ऊपर फतेह पाने के लिए परमेश्वर मदद करता है। പൗലോസിനെ കുറിച്ചുള്ള ആമേൻ നാലാമത്തെ കാര്യം പറയാൻ പോകുക. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. നാലാമത്തെ കാര്യം പറയാൻ പോകുക. പൗലോസിന്റെ വെളിപ്പാടുകൾ വേറിട്ട വെളിപ്പാടുകളാണ്. प्रेरित पौलुस की चौथी खासियत, जो प्रेरित पौलुस ने परमेश्वर से पाया हुआ जो प्रकाशन है, वो दूसरों से बिल्कुल अलग है और भिन्न प्रकार का प्रकाशन उसने परमेश्वर से पाया है। എന്റെ പ്രിയ പാസ്റ്റേഴ്സ്, എന്നെ ഇച്ചിരി ഗൗരവമായിട്ടൊന്ന് കേൾക്കണേ, ഇച്ചിരി ഗൗരവമായിട്ടൊന്ന് കേൾക്കണം. ഈ മെലീത്ത ദ്വീപിൽ വെച്ച് പൗലോസിനെ അണലി കടിച്ചു. അണലി കടിച്ചു കിടക്കുന്ന പൗലോസ് അവിടെ കിടന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രവാചകനെ ഫോൺ ചെയ്താൽ ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു പറയുന്ന പ്രവചനം എന്നായിരിക്കും? എന്റെ ദാസന് നാഗശക്തിയുടെ പോരാട്ടം ഉണ്ടെന്നായിരിക്കും പറയുന്നത്. मेरे प्रियो, ध्यान से सुनिएगा कि मेलिता द्वीप में जब प्रेरित पौलुस के ऊपर सांप ने काट लिया था, और उस वक्त अगर प्रेरित पौलुस किसी प्रभु के दास को, किसी भविष्यवक्ता को फोन करता, तो देखिए जवाब क्या होता? जवाब इस प्रकार से होता कि आप एक अंधकार शक्ति के बीच में है, इसलिए इस प्रकार से आपके साथ घटना हुई है। നിങ്ങൾ എന്നോട് വൈരാഗ്യപ്പെടരുത്. ഏത് പ്രവാചകനെ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചു നോക്കൂ. എന്റെ ദാസനെ 4 തലമുറയ്ക്ക് മുമ്പ് വെളിപ്പെട്ടു വന്ന ചില നാഗശക്തിയുടെ പോരുകളുണ്ട്. അത് ചുറ്റിപ്പിണഞ്ഞ് ഫണം വിരിച്ച് വിഷമിറക്കാൻ വെല്ലുവിളിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളാന്ന് പറഞ്ഞ് നമ്മുടെ BP കൂട്ടിയിരിക്കും, ഉറപ്പാണ്. आप लोग मुझसे नाराज मत होइएगा, इस प्रकार की बातें आती हैं तो अक्सर यही कहता है कि ये अंधकार की शक्तियां हैं जो आपके ऊपर हावी है, जो आपको नष्ट करना चाहती है, आपको हराना चाहती हैं, और इस प्रकार की बातें कहकर हमारी BP जो है वो बढ़ाएंगे। ഞാൻ പൗലോസിനോട് തന്നെ ചോദിച്ചു, കർത്താവിന്റെ ദാസനെ, ഇത് നാഗശക്തിയുടെ പോരാണോ? പൗലോസിന്റെ താടിക്കിട്ട് ഒരു തട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ സുഭാഷേ, ഇത് നാഗശക്തിയുടെ പോരല്ല, എന്നെ കടിച്ച അണലി പുബ്ലിയോസിന്റെ വീടിന്റെ താക്കോലാണ്. मैंने खुद प्रेरित पौलुस से मैंने पूछा कि हे प्रभु के दास, ये जो आपके ऊपर जो सांप ने काटा है, क्या इसकी कोई ताकत है या इसकी कोई अंधकार की शक्ति है? तो प्रेरित पौलुस ने मुझसे कहा, डांट कर कहा, नहीं, ये कोई अंधकार की शक्ति नहीं है, बल्कि उस भवन की कुंजी है, चाबी है, जिसके घर में मुझे प्रभु का वचन सुनाना है। എന്റെ പൊന്ന് കർത്താവിന്റെ ദാസന്മാരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ശാസിച്ച് വെറുതെ നമ്മുടെ വെപ്പുപല്ല് കളയരുത്. ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയും, മെലീത്ത ദ്വീപിലെ പാമ്പ് പുബ്ലിയോസിന്റെ വീടിന്റെ താക്കോലാണ്. ചില ഡോറുകൾ ദൈവം സഭയ്ക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. मेरे प्रियो, मैं कहना चाहूंगा कि अनावश्यक बातों को ऊपर डांट कर अपना दांत, अपना जबड़ा खराब ना करे, बल्कि जिस प्रकार प्रेरित पौलुस को जो कुंजी मिली ही उस भवन में जाकर प्रार्थना करने के लिए, वचन सुनाने के लिए, वैसे ही मेरे प्रियो हमारे लिए जब इस प्रकार की परिस्थिति आती है, तो ये समझिए कि कई घर, कई भवन हमारे लिए है, वो कुंजी हमारे हाथ में दी है, ताकि वहां पर जाकर हम प्रभु के नाम की महिमा और सुसमाचार सुनाएं। സത്യത്തിൽ ഇത് ദൈവത്തിന്റെ കുഴപ്പമല്ല, ഇത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്.
ये हालांकि परमेश्वर की ओर से कोई गड़बड़ी नहीं है, बल्कि हमारी दृष्टिकोण में आया हुआ बदलावट की गड़बड़ी है। ഞാൻ ഒരു സംഭവത്തെ എങ്ങനെ കാണുന്നു അതാണ് എന്നിലൂടെ പുറത്തു വരുന്ന വ്യാഖ്യാനം. मैं एक वस्तु को किस दृष्टिकोण से देखता हूं, किस प्रकार से देखता हूं, वही उस बात को मेरे जीवन से बाहर प्रकट होती है। യേശു ക്രൂശുമായിട്ട് 11 ഇടങ്ങളിൽ വീണുവെന്ന് ജോസിഫസിന്റെ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയം 2 പാസ്റ്റർമാര് പ്രസംഗിച്ചത് 2 രീതിയിലാണ്. ഒരാൾ പ്രസംഗിച്ചു യേശു ക്രൂശുമായിട്ട് 11 സ്ഥലത്ത് വീണെന്ന് പ്രസംഗിച്ചു. എന്നാൽ അടുത്തയാൾ പ്രസംഗിച്ചു യേശു 11 വീണിട്ടു തകർന്നില്ല, അവൻ എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു. വെളിപ്പാടാണ് ഇതിന്റെ പുറകിലെ കാരണം. यीशु जो है 11 बार क्रूस उठाकर गिर पड़ा, इस प्रकार से एक ग्रंथ में लिखा हुआ है। परंतु देखिए, 2 प्रभु के दास लोगों ने उसको अलग अलग तरह से व्याख्या की। एक प्रभु के दास ने इस प्रकार से कहा कि वो 11 बार गिरा, दूसरे प्रभु के दास ने कहा कि जितनी 11 बार गिरा वहां पर वो तका नहीं बल्कि वहां से खड़ा हुआ। इसके पीछे का कारण क्या है? इसके पीछे के कारण यह है कि उनमें पाया हुआ परमेश्वर का दर्शन का दृष्टिकोण से उन्होंने इस प्रकार से प्रचार किया। ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് നാഗശക്തിയുടെ പോരാണെന്ന് ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ശാസിച്ച് നമ്മുടെ ആയുസ് പോകത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാ, ഒരു ബസ്സിലിരുന്ന് മുൻപോട്ട് യാത്ര ചെയ്താൽ കെട്ടിടവും മരവും പുറകോട്ട് ഓടും. അതിന്റെ കാര്യം അറിയാമോ? നീ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുന്നിടത്ത് നിന്റെ പ്രശ്നങ്ങൾ പുറകോട്ട് ഓടാൻ തുടങ്ങുമെന്ന്. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പാസ്റ്റർ ഒന്നുകൂടി ഒന്ന് പറയാമോ? നീ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുന്നിടത്ത് നിന്റെ പ്രശ്നങ്ങൾ പുറകോട്ട് പോകാൻ തീരുമാനിക്കും. जब आप आगे बढ़ने का निर्णय लेंगे तो आपकी जीवन की समस्या जो है पीछे जाने का जो है वो निर्णय लेते हैं। നിങ്ങൾ ശാന്തപ്പെട്ടെന്ന് കേൾക്കണേ. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരു മീനും കിട്ടിയില്ല. ആ വള്ളത്തിൽ യേശു കയറിയതിന് പകരം സുഭാഷ് കുമരകത്തെയാണ് വിട്ടിരുന്നതെങ്കിൽ പത്രോസിന്റെ തലേ കൈവച്ച് ഞാൻ 3 ദൂത് പറയും. 1, ഈ കടലിൽ ബന്ധനമുണ്ട്. 2, ഈ വള്ളത്തെ ബന്ധനമുണ്ട്. 3, വലയിൽ ബന്ധനമുണ്ട്. ഇത് 3 ഞാൻ പറഞ്ഞിരിക്കും. पत्रोस ने जाल बिछाया, पूरी रात मेहनत की, मछली कुछ नहीं पकड़ा। उसके नाव पर प्रभु यीशु मसीह चढ़ा, परंतु उसकी जगह अगर मैं चढ़ा होता तो मैं इस प्रकार के 3 भविष्यवाणी करता। पहला कि इस नाव की समस्या है, दूसरा तेरे बिछाए हुए जाल की समस्या है, तीसरा इस समुद्र की समस्या है। इस प्रकार की बातें मैं उनसे कहता। പത്രോസ് എന്നോട് ചോദിക്കും, സുഭാഷ് പാസ്റ്ററെ എന്നാ ചെയ്യണം? എന്റെ മറുപടി, 1 കടല് മാറണം, 2 വള്ളം മാറണം, 3 വല മാറണം. अगर पत्रोस मुझसे पूछता है सुभाष पास्टर परेशानी क्या है, समस्या क्या है, तो मैं कहता कि तुझे जगह बदलनी होगी, नाव बदलने होगा और तेरा जाल तुझे बदलना होगा। ഈ കുരുത്തക്കേട് ഞാൻ പറയുന്നത് കൊണ്ടാ കർത്താവ് എന്നെ വിടാതെ കർത്താവ് തന്നെ വള്ളത്തെ കയറിയത്. എന്നിട്ട് പറഞ്ഞു, പത്രോസേ കടല് മാറണ്ട, വല മാറണ്ട, വള്ളം മാറണ്ട. എവിടെ പരാജയപ്പെട്ടോ, ഏത് പടക് പരാജയപ്പെട്ടോ, ഏത് വല പരാജയപ്പെട്ടോ, അവിടെ തന്നെയാണ് നിന്റെ വിജയം. परंतु प्रभु यीशु मसीह ने कहा कि ना तुझे जगह बदलनी है, ना तुझे नाव बदलना है, ना तुझे जगह ना जाल बदलना है। जहां तू पराजित हुआ है वहीं तुझे जाल बिछाना है। यह है प्रभु यीशु मसीह जो पत्रोस से कहा है। ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുകയാ, എവിടെയാണോ നീ നിരാശപ്പെട്ടത്, എവിടെയാണോ നീ ശൂന്യത അനുഭവിക്കുന്നത്, എവിടെയാണോ നീ സങ്കടപ്പെട്ടത്, 2022 അവിടെ തന്നെ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാ. से पवित्र आत्मा में भविष्यवाणी कर रहा हो कि जहां तू पराजित हुआ है, जहां तू निराशा का सामना किया है, जहां तू थक कर हार गया है, वहीं 2022 में परमेश्वर आपको जयवंत करेगा। परमेश्वर जीत का झंडा फहराने के लिए मदद करेगा। परमेश्वर वहां पर तुझे फतह करने के लिए परमेश्वर मदद करेगा। ഞാൻ ദൈവമക്കളോട് ആത്മാവിൽ ഒരു ദൂത് പറയാം. മോറിയാമലയ്ക്ക് കയറ്റം മാത്രമല്ല, മോറിയാമലയ്ക്ക് ഇറക്കവുമുണ്ട്. 2021 നീ കയറിയെങ്കിൽ 2022 നീ ഇറങ്ങാൻ പോകയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ.
मेरे प्रियो, मैं कहना चाहूंगा कि मोरिया के पहाड़ की ओर चढ़ाई नहीं बल्कि उस पड़ाव पे उतार भी है। तो मेरे प्रियो, 2021 में अगर आपने चढ़ाई की है तो 2022 में आपके लिए एक उतार भी है। മോറിയ മലയുടെ മുകളിലേക്ക് വിറകും കൊണ്ട് കയറിയ നീ ഇറക്കത്തിലേക്ക് കൈവീശി വരും. എന്റെ ദൈവം വിശ്വസ്തനാണ്. परमेश्वर सच्चा है कि अगर आप लकड़ियां बांध कर कंधों पर उठाकर मोरिया पहाड़ के ऊपर चढ़ाई की है तो देखिए, अगर आप उतरते हैं तो हाथ खुला होकर, हाथ से बोझ से मुक्त होकर आप उस चढ़ाई से आप उतरेंगे। ഞാൻ ദൈവമക്കളോട് ഉറപ്പായിട്ടും പറയാം, പൗലോസിന്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും വേറിട്ടതാണ്. मैं दृढ़ता के साथ कहता हूं कि प्रेरित पौलुस की दर्शन और दृष्टिकोण बिल्कुल अलग है। ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനോട് ഒരു ശക്തനായ പ്രവാചകൻ ദൂത് പറയുക. ജോബി ജോൺ പാസ്റ്റർ ഉണ്ടല്ലോ, എന്റെ ദാസനെ, നിനക്ക് കഷ്ടങ്ങളും ബന്ധനങ്ങളും വരാൻ പോകുന്നു എന്നൊരു ദൂത്. ഇതേ ദൂതാണ് അഗബോസ് പൗലൂസിനോട് പറഞ്ഞത്. യെരുശലേമിൽ പോകരുത്, ബന്ധനങ്ങളും കഷ്ടങ്ങളും പിന്നെ കാത്തിരിക്കുന്നു. നമ്മുടെ ഏതെങ്കിലും ഒരു ദൈവദാസനാണെങ്കിൽ ഒരു 21 ദിവസം ഉപവാസം വെച്ച് ഉള്ള ദാസന്മാരെ മുഴുവൻ വിളിക്കും. എന്തിനെന്നറിയാമോ? ബന്ധനം ഉണ്ടാകാതിരിക്കാൻ, കഷ്ടം ഉണ്ടാകാതിരിക്കാൻ. എന്ന പൗലൂസ് ഉപവാസം വെച്ചില്ല. അഗബോസിനോട് പറഞ്ഞു, ആമേ അഗബോസ്, നിന്റെ പ്രവചനം ശരിയാ, എന്നാൽ എന്റെ വിശ്വാസം നിന്റെ പ്രവചനത്തിന്റെ മേളിലാണ്. अगर हमारे किसी पासवान से इस प्रकार से कहते हैं कि भविष्यवाणी करते कि आने वाले दिन में आपके जीवन में समस्या आ सकती है, परेशानियां आ सकती है, तो हम क्या करते हैं कि 21 दिन को उपवास रखेंगे। क्यों रखेंगे? कि वो परेशानियां, वो समस्या हमारे जीवन में ना आए। परंतु देखिए, यही समस्या, यही परेशानी प्रेरित पौलुस के जीवन में अगबोस के द्वारा जब सूचना दी गई तो प्रेरित पौलुस ने अगबोस से कहा, ठीक है, तेरी भविष्यवाणी सही है, परंतु जो तूने कहा है उससे बढ़कर परमेश्वर के वचन मेरे लिए है। എന്റെ ദൈവമക്കളോട് ഞാൻ കൈ തൊഴുതു പറയുന്നു, പ്രവചനങ്ങൾക്ക് മേളിൽ ജീവിക്കാൻ ദൈവം 2022 നിങ്ങളെ ബലപ്പെടുത്തട്ടെ. मैं हाथ जोड़कर आपसे मैं कहता हूं कि भविष्यवाणी से ऊपर आत्मिक स्तर में जीवन बिताने के लिए 2022 में प्रभु आपको मदद करे। പൗലൂസിന്റെ 5ാമത്തെ പ്രത്യേകത പറഞ്ഞ് ആമേൻ ദൂതിന്റെ ഗൗരവത്തിലേക്ക് നമ്മൾ വരാൻ പോകുകയാണ്. प्रेरित पौलुस की 5वीं खासियत को बताकर मैं उस वचन की गहराई की ओर बढ़ूंगा। ലോകത്തെ വിറപ്പിച്ച ഒരു പ്രസംഗകൻ ഉണ്ടായിരുന്നു, സ്നാപക യോഹന്നാൻ. സർപ്പസന്തതിയെ എന്ന് വിളിച്ചു ദൂത് തുടങ്ങുന്ന മനുഷ്യൻ. പക്ഷേ കാരാഗ്രഹത്തിൽ ആ മനുഷ്യൻ ഇടറിപ്പോയി, ഇളകിപ്പോയി. എന്നാൽ ഇതുപോലൊരു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലൂസ് പറഞ്ഞത്, ഞാൻ നല്ലപോലെ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. നിങ്ങൾ നോക്ക്, സ്നാപക യോഹന്നാനെ വിറപ്പിച്ച കാരാഗ്രഹത്തിന് പൗലൂസിനെ വിറപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി കാണുന്നില്ല. बड़ी सामर्थ्य के साथ प्रचार करने वाले तो यीशु मसीह के समय में हे सर्प संततियों करके पुकारने वाले यूहन्ना बपतिस्मा भी उस बंदी गृह में विचलित हो गए। उसके मन में शंका पैदा हो गई। परंतु जिस बंदी गृह में प्रेरित पौलुस था, उसी बंदी गृह में प्रेरित पौलुस कहता है कि मैंने अच्छी दौड़ पूरी की, अपने विश्वास की रखवाली की। जिस बंदी गृह में यूहन्ना की मन विचलित हुआ, शंका में पड़ गया, उसी बंदी गृह में प्रेरित पौलुस जो है कहता है कि मैंने अपनी कुश्ती अच्छी से लड़ ली, अपने विश्वास की रखवाली की। ഞാൻ പറഞ്ഞ 5 കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് ദൂതിന്റെ അടുത്ത ഭാഗത്തേക്ക് കയറുകയാണ്. ഒന്ന്, പൗലൂസിനെ കാരാഗ്രഹത്തിൽ അടച്ചാൽ ലേഖനം ജനിക്കും, ഇറക്കി വിട്ടാൽ സഭ ജനിക്കും. 2, മനുഷ്യന്റെ അഭിപ്രായമല്ല പൗലൂസേ, അങ്ങയെ കുറിച്ചുള്ള ദൈവത്തിന്റെ അഭിപ്രായം. 3, ബലമില്ലാത്ത ശരീരത്തിൽ ബലമുള്ള ദർശനം കൊണ്ട് നടന്ന മനുഷ്യൻ. 4, വേറിട്ട കാഴ്ചപ്പാടുള്ള മനുഷ്യൻ. 5ാമത്തേത്, കാരാഗ്രഹങ്ങൾ വിശ്വാസത്തെ ഇളക്കാത്ത ദൈവത്തിന്റെ മനുഷ്യൻ.
मैं 5 बातें प्रेरित पौलुस के बारे में कहना चाहूंगा, जो खासियत जो मैंने पहले बताई है। पहला, परमेश्वर के द्वारा चुना हुआ व्यक्ति और बंदी गृह में भी ना डरने वाला प्रेरित पौलुस। और बाहर डालो तो कलीसिया स्थापित होती है, बंदी गृह में किताबें लिखता है, पत्रियां लिखता है, और अपने निर्बल शरीर में परमेश्वर के सामर्थ्य दर्शन को चलने वाला व्यक्ति, और अपने अलग दृष्टिकोण से दूसरों से अलग रहा हुआ प्रेरित पौलुस। ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത വിഷയം നിങ്ങൾ കുറച്ചും കൂടെ ഗൗരവമായി ശ്രദ്ധിക്കും എന്ന് ഞാൻ കർത്താവിൽ ചിന്തിക്കുകയാ. എങ്ങനെയെങ്കിലും 1 മണി ആകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലായാൽ നന്ന് എന്ന് ഞാൻ ചിന്തിക്കുക. പൗലൂസ് 14 ലേഖനങ്ങൾ എഴുതിയത് 4 കൂട്ടം കാര്യങ്ങളാണ്. 1, യേശു കർത്താവിന്റെ മടങ്ങിവരവ്. 2, യേശുവിന്റെ ക്രൂശ്. ഈ മൈക്കിന് എവിടെയോ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടോ? ആരാ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ഈ സംസാരിക്കുന്ന കേൾക്കാൻ കഴിയാതെ വരുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട് മാസ്റ്റർ. മാസ്റ്റർ അനൂജ് മാസ്റ്ററുടെ ഇയർഫോണിന്റെ പ്രോബ്ലമാണ്, അതൊന്ന് റിമൂവ് ചെയ്താൽ ഉപകാരമായിരിക്കും. അനൂജ് പാസ്റ്റർ ഇയർഫോൺ മാറ്റിയിട്ട് സംസാരിക്കാം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. അനൂജ് പാസ്റ്ററിന്റെ ഇയർഫോണിൽ ഡിസ്റ്റർബൻസാ. ഇപ്പം കേൾക്കാമോ പാസ്റ്റർ? ഇപ്പൊ നല്ലതായിട്ട് കേൾക്കാം പാസ്റ്റർ. യെസ്, ഓക്കേ, താങ്ക് യു. അപ്പൊ അങ്ങനെ ഒരു വിടുതലൂടെ നടന്നു. ഹല്ലേലൂയ. ഓക്കേ, പൗലോസ് എഴുതിയ 4 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, വിട്ടുപോകരുത്. 1, യേശുവിന്റെ മടങ്ങിവരവ്. 2, യേശുവിന്റെ ക്രൂശ്. 3, യേശു ആര്. 4, എന്താണ് സഭ. ഈ 4 കൂട്ടം കാര്യങ്ങളാണ് പൗലോസിന്റെ വെളിപ്പാടുകൾ. प्रेरित पौलुस की प्रकाशन इस प्रकार से जो अपनी पत्रों के द्वारा लिखता है कि पहला, यीशु मसीह कौन है। दूसरा, यीशु मसीह के पुनरागमन। तीसरा, यीशु मसीह के प्रकाशन. और पास्टर നാലാമത്തെ വിഷയം എന്തായിരുന്നു? സഭ, കലിസിയ. നിങ്ങൾക്ക് ഇതെല്ലാം നല്ലതുപോലെ അറിയുന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞൊന്നും എഴുതിയെടുക്കരുത്. എഴുതിയെടുത്താൽ നിങ്ങളെ പോലീസ് പിടിക്കും. ദയവായിട്ട് നിങ്ങൾ എഴുതരുത്. എന്നോട് അങ്ങനെ ഒരു കരുണ നിങ്ങൾ കാണിച്ചേക്കണം. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് അല്ല, എഴുതുകയല്ല, പിന്നെ അങ്ങനെ പറയുന്നതല്ലേ അതിന്റെ നല്ലത്. 1, യേശു കർത്താവിന്റെ മടങ്ങിവരവ്. 2, യേശുവിന്റെ ക്രൂശ്. 3, യേശു ആരാ എന്ന് പറഞ്ഞാൽ മറിയയുടെ ഗർഭത്തിൽ തുടങ്ങി ഗാൽഗൂത്തായിൽ അവസാനിച്ച മാംസപിണ്ഡമല്ല നമ്മുടെ കർത്താവ്. അവൻ അനാദിയായും ശാശ്വതവാനായും ദൈവമാണെന്ന്. 4, കെട്ടിടമല്ല, സെമിത്തേരി അല്ല, ഓർഗൻ അല്ല, പാട്ടുകാരല്ല, കൈകൊട്ടുന്നവരല്ല. എന്താണ് സഭ എന്നുള്ളതിന്റെ വെളിപ്പാട് പൗലോസ് നമുക്ക് നൽകിയിട്ടുണ്ട്. प्रेरित पौलुस ने 4 प्रकार अपनी पत्रिकाओं के द्वारा 4 प्रकार की बातें कही हैं। पहला कि यीशु मसीह कौन है। दूसरा, कलीसिया क्या है। तीसरा, यीशु मसीह का पुनरुत्थान। और चौथा, यीशु मसीह के प्रकाशन। അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അവർ സംഘമാണ്. ക്ഷീരോത്പാദക സഹകരണ സംഘം, പുരുഷ സ്വയം സഹായ സംഘം. 1-ാം അധ്യായത്തിൽ അവർ സംഘമാണ്. യേശുവിന്റെ അമ്മ ഉൾപ്പെടെ സംഘമാണ്. 2-ാം അധ്യായത്തിൽ അവർ സഭയാണ്. സംഘത്തെ സഭയാക്കുന്നത് കെട്ടിടമല്ല, പരിശുദ്ധാത്മാവാണ്. प्रेरितों की पुस्तक पहली अध्याय में हम देखते हैं कि मंडली है, और दूसरी अध्याय में हम देखते हैं कलीसिया है। कलीसिया जो है वो मंडली से बनती है। मंडली को परमेश्वर ने कलीसिया में तब्दील कर दिया। അബദ്ധം ചിന്തിക്കരുത്. ആൾക്കൂട്ടം സഭയല്ല. ചർച്ചിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ലക്ഷറി വാഹനങ്ങൾ സഭയല്ല. ചർച്ചിന്റെ അകത്തെ വലിയ കെട്ടിടങ്ങൾ സഭയല്ല. ആത്മാവില്ലാതെ സഭയില്ല. അവൻ എവിടെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നു, അതാണ് സഭ. बड़े बड़े इमारतें, बड़े बड़ी मंजिलें, बड़े बड़े हॉल्स नहीं है कलीसिया, बल्कि जहां पर पवित्र आत्मा के सामर्थ्य है, पवित्र आत्मा के सामर्थ्य की मंडली इकट्ठा होती है, उसे कहते हैं कलीसिया। 34 വർഷത്തിന് മുമ്പ് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന്
പാമ്പ് കടിയേറ്റ് മരിക്കാൻ കിടന്ന് എന്റെ അപ്പനെ യേശു സൗഖ്യമാക്കി ഞങ്ങൾ വിശ്വാസത്തിൽ വരുമ്പോൾ ആമേൻ 34 വർഷമായിട്ട് മുടക്കാത്ത കൺവെൻഷനാ കുമ്പനാട് കൺവെൻഷൻ. അന്നൊക്കെ കാത്തിരിപ്പ് യോഗമുണ്ട്. കാത്തിരിപ്പ് യോഗം ആരെയാ കാത്തിരിക്കുന്നത്? ഗസ്റ്റ് പാസ്റ്ററെ അല്ല, പരിശുദ്ധാത്മാവിനെ കാത്തിരിപ്പ് യോഗമുണ്ട്. ഇന്ന് നടക്കുന്ന യോഗം മുഴുവൻ യോഗമാണ്, കാത്തിരിപ്പ് യോഗം അല്ല. 35 साल पहले मेरे पिताजी को सांप ने काट लिया, तो और उसके पश्चात हम लोग परिवार प्रभु में आए, उद्धार पाए और कुंभनाड़ के कन्वेंशन में इस प्रकार के प्रार्थना हुआ करते थे, पूरी रात प्रार्थना हुआ करते थे। परंतु आज जो है जितने भी ये ऐसी प्रार्थना नहीं है और इस प्रकार की प्रार्थना नहीं हो रहा है। എന്റെ പ്രിയപ്പെട്ടവരെ, അന്ത്യകാല ഉണർവിന് വേണ്ടത് ടെമ്പോ ട്രാവലർ അല്ല. അന്ത്യകാല ഉണർവിന് വേണ്ടത് അക്കൗണ്ടിലെ പൈസയല്ല. അന്ത്യകാല ഉണർവിന് വേണ്ടത് നല്ലതുപോലെ സംസാരിക്കുന്ന 25 പേരല്ല. ഉണർവിനെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എന്റെ പ്രിയ ഡിസ്ട്രിക്റ്റ് ആത്മാവിനെ കാത്തിരിക്കുക. अंतिम समय की जागृति के लिए ना धन है, ना गाड़ी है, ना बड़े बड़े बंगले हैं। अंतिम समय के जागृति के लिए पवित्र आत्मा के सामर्थ्य की जरूरत है। मेरे इस डिस्ट्रिक्ट से कहना चाहूंगा, उस पवित्र आत्मा के सामर्थ्य के लिए आप तैयार रहे। നിങ്ങൾ കാത്തിരിക്കാമോ? പരിശുദ്ധാത്മ വ്യാപാരത്തെ കുറിച്ച് പറയുന്ന 153 വാക്യങ്ങൾ എന്റെ കൈവശമുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിക്കുന്ന 5 ലെയറുകൾ എന്റെ വെളിപ്പാടിലുണ്ട്. ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയാം, ആത്മാവിനെ മാറ്റി നിർത്തി ഒരു റിവൈവൽ ഇല്ല. कि पवित्र आत्मा के बारे में, पवित्र आत्मा जब एक व्यक्ति के जीवन में आता है तो उसके जीवन में 153 बातें होती हैं। 153 बातें मेरे सूची में है, मेरी किताब में है। परंतु मैं कहना चाहूंगा कि इन दिनों में पवित्र आत्मा के सामर्थ्य के लिए बाट जोना है और उसके सामर्थ्य के साथ आगे बढ़ना है। ഞാൻ ഇനി ഈ ദൂത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇന്ത്യ മഹാരാജ്യത്തെ വലിയൊരു റിവൈവൽ കയറി പിടിക്കാൻ പോകയാ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ആരെവിടെ പോരാടിയാലും, ആരെ പിടിച്ച് ജയിലിലിട്ടാലും, അവൻ ഞാൻ ഉറക്കെ പറയാം, ഇന്ത്യ സുവിശേഷത്താൽ പിടിക്കപ്പെടാൻ പോകയാ. അതിന്റെ ലക്ഷണങ്ങൾ നാം കാണാൻ പോകയാ. मैं कहना चाहूंगा कि हमारी भारत में सुसमाचार की, पवित्र आत्मा की एक बड़ी जागृति होने वाली है। इसलिए चाहे किसी को बंदी गृह में डाले, किसी के साथ भी कोई विरोध और सताव भी हो, तो भी मैं कहना चाहूंगा हमारे भारत में, हमारे भारतवर्ष में एक बड़ी आत्मा की जागृति होने वाली है और उसके चिन्ह और लक्षण हम देखने वाले हैं। हालेलुया! കരം ഉയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. हाथ उठाकर प्रभु को एक धन्यवाद दे। അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം മുതൽ ഞാൻ ഈ ഭാഗം വിശദീകരിക്കുന്നതിന് മുമ്പ് 13-ാം അധ്യായത്തിലെ 2 പദങ്ങൾ എന്റെ ദൈവദാസന്മാരെയും ദൈവമക്കളെ ഓർപ്പിച്ച് ഞാൻ ദൂതിന്റെ ഗൗരവത്തിലേക്ക് കയറാം. 13-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ അന്ത്യോക്യ സഭയിലെ ഉപവാസ പ്രാർത്ഥനയാണ്. അവിടെ ശ്രദ്ധിച്ചു കേൾക്കണേ, പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞ 2 വാക്കുകൾ എന്റെ ഹൃദയത്തിലുണ്ട്. 2-ാം വാക്യം, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ, ആ വാക്കിന്റെ അടിയിൽ പറയണം, ഞാൻ കണ്ടോ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. 2 പദങ്ങൾ കേട്ടോ, 1 ഞാൻ, 2 എനിക്ക്. ഇത് 2 പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്ക എന്ന് പറഞ്ഞാൽ ഒരു തലമുറയെ എനിക്ക് വേണമെന്ന് ദൈവാത്മാവ് പറയുകയാ.
प्रेरितों की पुस्तक 13वीं अध्याय में हम देखते हैं वहां पर उपवास प्रार्थना के बारे में वहां लिखा है, और वहां पर उसकी शुरुआत की आयत में परमेश्वर ने इस प्रकार से कहा है, शाऊल और बरनबास को मैंने और मेरे लिए अलग किया है, मेरे लिए अलग किया है। तो मेरे प्रियो, इन दिनों में परमेश्वर की आत्मा हमसे कहता है कि परमेश्वर ने अपने लिए हमें अलग करने जा रहा है, अलग करने का वक्त है। इस प्रकार की बातें हम इस आयत के द्वारा हम समझ सकते हैं। ഒരു ദൂത് ഞാൻ പറയാം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. വെള്ള ഉടുപ്പിട്ട് മീശ മടിച്ച ഫുൾ കൈയിട്ട എല്ലാവരെയും ദൈവം ഉപയോഗിക്കുമോ എന്ന് എനിക്കറിയില്ല, എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അന്ത്യകാല ഉണർവിനു വേണ്ടി ദൈവം ചിലരെ 2022 വേർതിരിച്ചു മാറ്റാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. इस बात के लिए मैं क्षमा मांगता हूं कि मूछे और दाढ़ी नहीं है, क्लीन शेव है और सफेद शर्ट पहने हुए लोगों को परमेश्वर इस्तेमाल करता है। मैं नहीं जानता, परंतु परमेश्वर 2022 में कुछ ऐसे लोगों को तैयार कर रहा है, कुछ ऐसे लोगों को अलग कर रहा है जो परमेश्वर के लिए परमेश्वर ने चुना है। ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദൈവദാസനെ, ഞാൻ പറയുന്നതെല്ലാം പറഞ്ഞേക്കണേ. കേസ് അങ്ങയുടെ പേരിലല്ല, കേസ് എന്റെ പേരിൽ വന്നോട്ടെ. ഞാൻ പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞേക്കണം. ആമേൻ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൗലോസിന്റെ ചരിത്രത്തിലൂടെ വന്ന് എന്തിനു വലിച്ചഴച്ചു എന്ന് പറയുമ്പോൾ യോഗം തീരും. 12:45 12:45, 1:15 1:15. ഹല്ലേലൂയ. നിങ്ങൾ നോക്ക്, 16-ാം അധ്യായം. ആസ്യയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ബിദുന്യക്ക് പോകാൻ ശ്രമിച്ചു, യേശുവിന്റെ ആത്മാവ് സമ്മതിച്ചില്ല. പ്രേരിത് പൗൽ പാസ്റ്റർ ഒന്ന് സ്ലോ ആയിട്ടൊന്ന് പറയണേ, ഒന്ന് പറയണേ. ഇത് ആദ്യം പറഞ്ഞൊന്നും പറയണ്ട കർത്താവിന്റെ, ഇത് മാത്രം പറഞ്ഞാൽ മതി. ആസ്യയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് ആത്മാവ് വിലക്കി, ബിദുന്യക്ക് പോകണ്ട എന്നും പരിശുദ്ധാത്മാവ് വിലക്കി. पवित्र आत्मा ने प्रेरित पौलुस से कहा कि आसिया और मिथुना में ना जाए, वहां जाके प्रचार ना करे। इस प्रकार से पवित्र आत्मा ने प्रेरित पौलुस को टोका। നിങ്ങൾ കണ്ടോ, ദർശനങ്ങളുടെ ആധിക്യമുള്ള പൗലൂസിന് ദൈവത്തിന്റെ പക്കൽ നിന്ന് വന്ന 2 വിലക്ക് നിങ്ങൾ കണ്ടോ? कि दर्शन से भरा हुआ प्रेरित पौलुस के पास परमेश्वर से आया हुआ देखिए 2 रुकावट। पवित्र आत्मा कहता है कि आसिया और मिथुना में ना जाए और वहां प्रचार ना करे। നീ ആസ്യക്ക് പോകരുത്, ബിദുന്യ നീ കേറരുത്. പൗലൂസിന് വന്ന 2 വിലക്കുകളാ. ആരാ ആത്മീകനം അറിയാമോ? ദൈവത്തിന്റെ വിലക്കുകളെ തിരിച്ചറിയുന്നവനാണ് ആത്മീകൻ. देखिए, प्रेरित पौलुस से कहता है कि ना तुझे आसिया में जाना है, ना तुझे मिथुनिया में जाना है। ये परमेश्वर की आई हुई रुकावट है। देखिए, असली आत्मिक भक्त वो है जो परमेश्वर के ओर से आए हुए रुकावट को जानता है और पहचानता है। നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്നാ, ശ്രദ്ധിച്ച് കേൾക്കണേ പ്ലീസ്. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ എന്നെ കുറ്റം വിധിക്കരുത്, മുഴുവൻ കേൾക്കണം. നമ്മൾ പറയുന്ന തീരുമാനങ്ങൾ ഉണ്ടാക്കുന്ന 2 ശക്തികളാ, ഒന്നുകിൽ ദൈവാത്മാവ് അല്ലെങ്കിൽ ദുരാത്മാവ്. हम जो भी निर्णय लेते हैं उस निर्णय के पीछे 2 शक्तियां हैं, या तो पवित्र आत्मा की बातें, पवित्र आत्मा शक्ति, या शैतान की बातें, ये शैतान की शक्ति। അങ്ങനെയാണെങ്കിൽ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പൗലൂസിനെ ദൈവാത്മാവ് വിലക്കണമെങ്കിൽ ആസ്യക്ക് പോകാൻ പൗലൂസ് തീരുമാനിച്ചത് ദുരാത്മാവിനാലാണോ? अगर आसिया में जाके प्रचार नहीं करना है, इस प्रकार की बातें पवित्र आत्मा उसे टोकता है, तो वहां जाने के लिए क्या शैतान की आत्मा ने उसे क्या प्रेरणा दी थी? അപ്പൊ ഞാൻ കർത്താവിങ്കൽ നിന്നു പ്രാപിച്ചു എന്ന് പറഞ്ഞ പൗലൂസിന്റെ മേൽ ദുരാത്മാവിന് സ്വാധീനമുണ്ടോ? जो इस प्रकार कहता है कि मैंने परमेश्वर से पाया है, जो भी बातें मैंने जो भी पाया है वो परमेश्वर से पाया है, क्या तो उसके ऊपर शैतान की आत्मा वास करता है क्या? എന്റെ ദൈവദാസന്മാരുടെ കാല് പിടിച്ച് ഞാനൊരു ദൂത് പറയാം. ഈ ദൈവാത്മാവും ദുരാത്മാവും അല്ലാതെ നമ്മളെ ചതിക്കുന്ന
വലിയൊരു ആത്മാവ് വേറെ ഉണ്ട്. ആ ആത്മാവിന്റെ പേരാണ് സ്വയാത്മാവ്. देखिए, मैं आपके हाथ पकड़कर मैं कहना चाहूंगा कि शैतान की आत्मा और पवित्र आत्मा की आत्मा के अलावा एक दूसरी आत्मा है जो हम खुद, हमारी स्वयत्व की आत्मा। ഏദൻ തോട്ടത്തിൽ ഹവ്വായെ തുടങ്ങി 90% മനുഷ്യരെയും ചതിച്ചത് ദുരാത്മാവല്ല, സ്വയാത്മാവായിരുന്നു. एदन की वाटिका के उस इंसान से लेकर अब तक की इंसानों में लगभग 90% लोगों को जो धोखा दिया है, जो फरेब में गिरे हैं, वो स्वयत्व की आत्मा की वजह से है। എന്റെ ദൈവമക്കളെ, ഞാൻ വളരെ ഗൗരവമായിട്ട് പറയാം, എന്നിൽ ഉണ്ടാകുന്ന ചിന്തകൾ ദൈവത്തിൻ്റെതാണോ എന്റെ സ്വയമാണോ എന്ന് സെൻസ് ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. मैं उन लोगों के लिए मैं धन्यवाद करता हूं कि जो मेरे स्वयत्व की आत्मा में ये बातें आए हैं या परमेश्वर की आत्मा से और से ये बातें आए हैं, इस प्रकार की बातों को मनन करने वाला, गौर करने वाले व्यक्तियों के लिए प्रभु का मैं धन्यवाद करता हूं। ഈ മനസ്സിന് പ്രായം കുറഞ്ഞാലും ശരീരത്തിന് പ്രായം കൂടുമല്ലോ. अगर मन कमजोर हो जाए तो भी शरीर तो आगे बढ़ता है। മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താത്ത അവസ്ഥയ്ക്കാണല്ലോ വാർദ്ധക്യം എന്ന് പറയുന്നത്. बुढ़ापे का अर्थ यही है, जहां मन पहुंचता है वहां पर शरीर नहीं पहुंच पाता, उसे तो वृद्धावस्था ही बुढ़ापा कहते हैं। പൗലൂസിന് ശരീരത്തിൽ ക്ഷീണം കൂടിയപ്പോ ആസ്യക്ക് പോകാൻ തീരുമാനിച്ചു. കാര്യം ആസ്യയിൽ തന്റെ വിശ്വാസികളുണ്ട്. ബിദുന്യക്ക് പോകാൻ ശ്രമിച്ചു, അവിടെയും ബിലുവേഴ്സ് ഉണ്ട്. കാര്യമല്ല, ആരോഗ്യക്കുറവ് കൊണ്ടാ. എന്നാൽ തമ്പുരാൻ നിയോഗിച്ചത് മാസിഡോണിയക്കാണ്. ഞാൻ ദൈവമക്കളോട് പറയാ, സ്വയ ചിന്തയല്ല ദൈവത്തിന്റെ ആലോചന. प्रेरित पौलोस जो मिथुना की ओर जा रहा था, इस प्रकार से इच्छा रहा क्योंकि शरीर की कुछ कमजोरी की वजह से या बुढ़ापे की उस अवस्था की वजह से मिथुनिया और आसिया में जाना चाहा, क्योंकि उसके विश्वासी गण वहां पर है। परंतु वहां जाने से पहले पवित्र आत्मा ने उसे टोका कि वहां मत जा, क्योंकि पवित्र आत्मा की योजना था कि वो मैसेडोनिया में जाए, प्रचार करे। ഈ ഡിസ്ട്രിക്റ്റിന്റെ യോഗത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ സ്വയ ചിന്തകളെ പൊളിച്ച് ചിലരെ അസാധാരണമായ നിയോഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടത്താൻ പോകുന്നു എന്നൊരാലോചന ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. पवित्र आत्मा इस प्रकार से कहती है कि इन दिनों में इस हमारे डिस्ट्रिक्ट में से कुछ लोग की जो स्वयत्व की आत्मा है उसे तोड़कर, उसके बंधनों को तोड़कर पवित्र आत्मा के द्वारा कदम रखने के लिए, आगे बढ़ने के लिए पवित्र आत्मा चाहता है। इस प्रकार के पवित्र आत्मा के द्वारा मैं कहना चाहूंगा। നിങ്ങൾ നോക്കണേ, നമ്മുടെ കർത്താവിന്റെ ദാസൻ പി.എ. മാത്യു പാസ്റ്റർ എവിടെയെങ്കിലും ചെന്നാൽ സ്വീകരിക്കാൻ ആളുകൾ കാണും. കേറി കിടക്കാൻ നല്ലൊരു വീട് കൊടുക്കും. ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്റർ അല്ലേ, അദ്ദേഹത്തിന് മാന്യത കിട്ടും. പൗലൂസ് മാസിഡോണിയ ചെന്നപ്പോ സ്വീകരിക്കാൻ ആരുമില്ല, തുറന്നു കിടക്കുന്ന ചർച്ച് പോലും ഇല്ല. അവസാനം വട്ടം കൂടിയിരുന്ന കുറെ സഹോദരിമാരുടെ നടുക്ക് കയറിയിരുന്ന് ആമെ ഡേറ്റ് കൊടുത്ത് പ്രസംഗിപ്പിച്ചതല്ല, ഡേറ്റ് എടുത്ത് പ്രസംഗിച്ചതാണ്. हमारे डिस्ट्रिक्ट पास्टर समाज में उनकी कद है, उनका इज्जत है, इसलिए वहां जहां भी जाए उन्हें अतिथि सत्कार के साथ उन्हें स्वागत किया जाता है, उन्हें अच्छा घर, अच्छा खाना दिया जाएगा। परंतु देखिए, प्रेरित पौलुस जब मैसेडोनिया में पहुंचा तो अतिथि सत्कार नहीं मिला, कोई सम्मान नहीं मिला, बल्कि ना किसी प्रचार के लिए किसी ने उसे डेट दिया, बल्कि खुद डेट निकालकर कुछ बहनों के बीच में उसने प्रचार किया। എന്റെ അമ്മമാരോടും സഹോദരിമാരോടും ഞാനൊരു ദൂത് പറയാം. വേൾഡ് വൈഡ് ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ റിവൈവൽ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം കൈകോർത്ത ഒരു കൂട്ടം സഹോദരിമാർ ഉണ്ടായിട്ടുണ്ട്. यहाँ पर मुझे सुनने वाले मेरी माता और बहनों से मैं कहना चाहूंगा कि दुनिया में जहां भी जागृति हुई है, उसके पीछे हाथ से हाथ मिलाकर प्रार्थना करने वाले कुछ बहनों की, कुछ माता बहनों की प्रार्थना की एक ताकत वहां पर हम देख सकते हैं।
നിങ്ങൾ നോക്കിക്കേ, പൗലോസിന്റെ ആദ്യ പ്രസംഗം മാനസാന്തരപ്പെട്ടത് ഒരു ചെറിയ ആളല്ല, പട്ടണത്തിലെ കോടീശ്വരിയായ ഒരു സഹോദരി. देखिए, प्रेरित पौलुस के द्वारा जो बहन मन फिराया, वो कोई साधारण बहन नहीं थी, बल्कि उस शहर की सबसे धनी एक युवती थी, स्त्री बहन थी. നിങ്ങൾ ശരിക്കും കേൾക്കണേ, അവരുടെ വീട്ടിൽ ചെന്നപ്പോ നല്ലപോലെ പാലൊഴിച്ച ചായ, നിർത്തിപ്പൊരിച്ച കോഴി, കിടക്കാൻ കാഞ്ഞിരത്തിന്റെ കട്ടില്, നല്ല AC, എല്ലാ സൗകര്യങ്ങളും കിട്ടിയപ്പോ ശീലാസ് പറഞ്ഞു, നമുക്കിനി എന്നും ഈ അമ്മമ്മയുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കണമെന്ന്. देखिए, इस प्रकार से कहा कि जब उस घर पे पहुंची तो वहां पर अच्छा खाना मिला, सोने के लिए अच्छे बिस्तर मिले और अच्छा अतिथि सत्कार हुआ. तो शीलास ने कहा कि देखो, अब रोज इस अमामा के घर में अब हम प्रार्थना करेंगे. പൗലോസ് ശീലാസിന്റെ ചെവിയെ പിടിച്ചിട്ട് പറഞ്ഞു, എടാ, ഈ അമ്മമ്മയുടെ ദർശനം കണ്ടോണ്ടല്ല ഞാൻ അവിടുന്ന് പോകുന്നത്, വേഗം പുറത്തിറങ്ങ്. ദൈവദാസന്മാരെ, ദർശനമല്ലാത്തവയിൽ നമ്മുടെ മനസ്സ് ഉടക്കരുത്. പ്ലീസ് യു കം ഔട്ട്, വെളിയിൽ വരിക. परंतु प्रेरित पौलुस ने शीलास का कान पकड़कर कहा कि इस बहन के दर्शन के द्वारा नहीं, बल्कि यहां से जल्दी निकलना है कि परमेश्वर का जो बुलाहट, परमेश्वर की जो दर्शन दिया है, उसके लिए हमें आगे जाना है. इसलिए मेरे प्रियो, जहां पर मन आपका लगा हुआ है, उस बात को छोड़कर, उस वस्तु से मन हटाकर परमेश्वर के दिए हुए दर्शन की ओर आप लोग कदम बढ़ाए. ഇവിടെ ലുദിയ രക്ഷിക്കപ്പെട്ടത് പോരാട്ടമാണെന്ന് സുഭാഷ് കുമരകം പ്രസംഗിച്ചില്ല. ലുദിയ ഒരു നിയോഗമാണ്, പക്ഷെ ലുദിയ ദർശനമല്ല. कि लुधिया वहां पर मन फिराई, लुधिया की कोई खासियत नहीं है, वो मन फिरा है, वो एक निमित्त है, परमेश्वर के द्वारा एक निमित्त है, परंतु उससे बढ़कर प्रेरित पौलुस के ऊपर एक दर्शन था. ഞാൻ ദൈവമക്കളോട് ഒരു ദൂത് കയറ്റി പറയാം, നിങ്ങൾ എന്നോട് ഗൗരവമായിട്ട് ശ്രദ്ധിക്കുക. ദർശനമല്ലാത്തടത്ത് ടൈം വേസ്റ്റ് ചെയ്യരുത്. പ്ലീസ് യു കം ഔട്ട്. मैं आपसे कहना चाहूंगा, जहां पर दर्शन की बात नहीं है, जहां पर पवित्र आत्मा के दर्शन नहीं है, वहां पर अपने जीवन के समय को व्यर्थ ना करें. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കേട്ടിരിക്കണം. अब जो बातें मैं कहना चाहूंगा उसको बड़ा ध्यान से सुनिएगा. പൗലോസും ശീലാസും വെളിയിലോട്ടിറങ്ങിയപ്പോൾ ഒരു ബാല്യക്കാരത്തി റോട്ടിൽ നിന്ന് വെച്ച് പറയുകയാ, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. जब प्रेरित और पौलुस और शीलास बाहर निकले तो वहां पर एक नौजवान स्त्री इस प्रकार से कहा कि ये सर्वशक्तिमान परमेश्वर के दास है, जो उद्धार का, मन फिराव का संदेश सुनाने के लिए आए हैं. യോഗം ലീഡ് ചെയ്ത മാത്യു ഫിലിപ്പ് പാസ്റ്ററോട് ഞാനൊന്ന് ചോദിക്കാം, അദ്ദേഹം ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു. കർത്താവിന്റെ ദാസനെ, ആ സഹോദരി പറഞ്ഞ ദൂതിനകത്ത് എവിടെയാ തെറ്റ്? നമ്മളാണെങ്കിൽ അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവർക്ക് ഡേറ്റ് കൊടുക്കുകയല്ലേ? मैं पूछना चाहूंगा कि उस बहन ने क्या गलत कहा है? क्या कुछ ऐसा कोई गलत बात है उसने कहा का? अगर वो बहन हमसे कहती तो हम कहते वहां पर हम उपवास प्रार्थना हम रखेंगे. അപ്പൊ ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മർമ്മമുണ്ട്. ഒരു പ്രവാചകൻ ശരിയായിട്ടുള്ള ദൂത് പറഞ്ഞാലും അവന്റെ ആത്മാവിനെ വിശ്വസിക്കാൻ പറ്റുകയില്ല. मैं इसके द्वारा एक भेद कहना चाहूंगा कि अगर कोई भविष्यवक्ता कोई भविष्यवाणी करे तो भी उसकी भविष्यवाणी से उसके मन की बातों पे हम विश्वास नहीं कर सकते. കൃത്യമായിട്ട് പ്രവചനം പറഞ്ഞതുകൊണ്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവാണെന്ന് പറയാൻ പറ്റില്ല. सही भविष्यवाणी की है, इसलिए हम ये नहीं कह सकते कि उसके ऊपर पवित्र आत्मा का वास था. എന്താ പറഞ്ഞത്? ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. എന്നോട് കൂടെ പറഞ്ഞേ. उसने कहा कि ये सर्वशक्तिमान परमेश्वर के दास हैं. ഇങ്ങനെ ഇവള് പല ദിവസം ചെയ്തു വന്നു. और ऐसे इस प्रकार से कई दिनों तक ऐसे करती रही. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് കൂടെ പറഞ്ഞേ. ഞാൻ ഈ സഹോദരിയുടെ മേൽ കിടക്കുന്ന
मैंने इस बहन के ऊपर कौन सी आत्मा है उसको सर्च करने के लिए मैंने काफी सारे किताबें मैंने पढ़ा। ദേവാസന്മാരെല്ലാരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാ എന്റെ ചിന്ത. ഹല്ലേലൂയ. ഇത് ഏത് സ്പിരിറ്റാണെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത് തത്തയെ കൊണ്ട് കാർഡടിപ്പിക്കുന്ന ഒരു ചേച്ചി അല്ല, ഇത് ലക്ഷണം പറയുന്ന ഒരു ചെറിയ ഭൂതമല്ല, മറിച്ച് ഇതൊരു റോയൽ ഭൂതമാണെന്ന് എനിക്ക് മനസ്സിലായി. मुझे ये बात मुझे अच्छे से समझ में आ गई कि छोटी मोटी कोई दुष्टात्मा नहीं है, बल्कि एक बड़ी बहुत बड़ी एक सामर्थ्य वाली दुष्टात्मा जो है इसके ऊपर है, ये मुझे समझ में आया। ഞാനിപ്പോ നിങ്ങൾക്ക് തെളിവാകുന്ന ഭാഷ പറഞ്ഞു തരാം. ഇപ്പോ ഇന്ത്യ ഭരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മോദി സാറാണല്ലോ. ഈ സ്പിരിറ്റിന്റെ പ്രത്യേകത മോദി സാറിന് എങ്ങനെ ഭരിക്കണമെന്ന് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്പിരിറ്റാണിത്. हम जानते हैं कि हमारी सरकार जो है मोदी की जी हाथ में है, और देखिए हम जानते हैं कि उसके ऊपर इस प्रकार की आत्मा वास करती है कि कैसे हमारे भारत को आगे बढ़ाए, सरकार को आगे बढ़ाए। ഈ സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നത് പെരുമ്പാമ്പിന്റെ ആത്മാവെന്നാണ്. പെരുമ്പാമ്പിന്റെ ആത്മാവ് അസ്ഥി ഓടിക്കാനും വിഴുങ്ങാനും നിയന്ത്രിക്കാനും ഒരു റോയൽ സ്പിരിറ്റാണ് ഇവളുടെ മേൽ വ്യാപരിക്കുന്നത്. ഇവള് പറയുന്നത് പോലെയാണ് അവിടെയുള്ള ഭരണാധികാരികൾ ആ നാടിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. उसके ऊपर एक ऐसी सांप का या इस प्रकार के एक अजगर के समान का एक आत्मा वास करती है, जो हड्डियां तोड़ सकती है, जो मांस को निकाल सकती है। इस प्रकार की आत्मा के एक सामर्थ्य उस बहन के ऊपर भी वास किया गया। പക്ഷെ പൗലൂസിന്റെ കാല് മാസിഡോണിയ വെച്ചപ്പോൾ ഈ സ്പിരിറ്റിന് മനസ്സിലായി ഇനി എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. परंतु प्रेरित पौलुस के जब सामने मुलाकात हुई तो उसको समझ में आई कि अब इस दर्शन के सामने, इस व्यक्ति के सामने मैं अब टिक नहीं सकती। എന്റെ ദൈവദാസന്മാരെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളെ നോക്കി പ്രവചിക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഭരിക്കുന്ന ചില അദൃശ്യ ശക്തികൾ നിന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ അത് നിലംപൊത്താൻ പോകുകയാണ്. मैं आपके सामने में इस प्रकार से मैं कहना चाहूंगा कि आपके ऊपर जो परमेश्वर की आत्मा है, दर्शन है, उसके सामने कुछ अंधकार की ताकतें, कुछ अंधकार की शक्तियां जो चूर चूर होने वाली है। നമ്മൾ തമ്മിലുള്ള ബന്ധം കൊണ്ട് എന്നെ യോഗത്തിന് വിളിച്ചതല്ല. പി എ മാത്യു പാസ്റ്ററിന് എന്നെ നേരത്തെ പരിചയമുള്ളത് കൊണ്ട് ഈ യോഗത്തിന് വിളിച്ചതല്ല. അവൻ ഈ ദൂത് പറയാൻ കർത്താവ് എന്നെ അയച്ചതാണ്. ഈ രാജ്യത്തിന്റെ അവൻ മേലെ നിൽക്കുന്ന ഒരു സ്പിരിറ്റിനെ നിന്റെ അഭിഷേകം വെട്ടിയിടാൻ പോകുകയാണ്. प्रिय मात्यु पास्टर को मेरे से मुलाकात नहीं, कोई परिचय नहीं, परंतु परमेश्वर ने मुझे आज इसलिए भेजा है कि ये भविष्यवाणी मैं आपको दे सकूं, प्रभु का वचन आपको दे सकूं कि कुछ अंधकार की ताकतों को आपके दर्शन, आपके सामर्थ्य के द्वारा आप उसके ऊपर जय पाने वाले हैं। പരിശുദ്ധാത്മാവ് അവൻ വ്യക്തമായി പറയുന്നു, ആ സ്പിരിറ്റിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. നിങ്ങൾ എഴുതിയിട്ടോ, ഈ ദൂത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കളയരുത്, സൂക്ഷിക്കുക. ഇനി ഈ രാജ്യം ഒരു വലിയ ദൈവ പ്രവൃത്തി കാണാൻ പോകുകയാണ്. ഇത് ദൈവത്തിന്റെ സമയമാണ്. आप इसको लिख लो, आप इसको अच्छे से मन में बिठा लो कि हमारा भारतवर्ष एक ऐसे प्रभु के महान कार्य को देखने जा रहे हैं। आप इसको अच्छे से लिखिएगा और सुनिएगा। हालेलुया, हालेलुया। रबना हतना शिखोरा मसीदल प्रभोनिया लाइनस ब्रोदल मनाया खूरबौशियादना हादल कमानगडगसिया. അവൻ ദൈവദാസന്മാരെ, നിങ്ങളുടെ അകത്തുള്ള അഭിഷേകം ചിലതിനെ വലിച്ചു താഴെ ഇറക്കാൻ പോകുകയാണ്. ആത്മാവെന്നോട് പറയുന്നു, പിശാചിന്റെ സമയം കഴിഞ്ഞെന്ന് പ്രവചിക്കാൻ. पवित्र आत्मा इस प्रकार से कहने के लिए मजबूर करती है कि शैतान का वक्त अब आ चुका है, और अब मेरे प्रिय दासों, आपके ऊपर जो पवित्र आत्मा का
दर्शन है, पवित्र आत्मा का सामर्थ्य है, उसके द्वारा इन दिनों में आप बड़े बड़े महान कार्यों को करने जा रहे हैं। कुछ अंधकार के ताकतों के ऊपर आप जय लेने जा रहे हैं। നമ്മുടെ കർത്താവിന്റെ ദാസന്മാരെ വിലങ്ങ് വെച്ച് ജയിലറക്കകത്ത് കൊണ്ടുപോയെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോടൊരു ദൂത് പറയാ, മാനുഷികമായിട്ടുള്ള ശ്രമങ്ങളേക്കാൾ നിങ്ങൾ ആത്മാവിൽ പോരാടിക്കോ. ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. जो इंसान की हमारी जो बुद्धि, हमारी ज्ञान के जो परिश्रम है, उससे बढ़कर आत्मा में हमें जागृत रहना है, आत्मा में हमें लड़ना है, तो जरूर हम प्रभु के कार्यों को हम देखेंगे। എനിക്കറിയില്ല ദൈവദാസന്മാരെ, ഞാൻ ഞങ്ങളുടെ ചർച്ചിന്റെ അകത്തിരുന്ന് ഈ ദൂത് പറയുമ്പോൾ മിന്നല് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ എന്റെ ആത്മാവിൽ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഉറക്കെ വിളിച്ചു പറയാം, ചില സ്പിരിറ്റുകൾ നിന്റെ അഭിഷേകത്തിന് മുമ്പിൽ വീഴാൻ പോകുകയാണ്. मैं अपनी कलीसिया में बैठकर इस वक्त मैं आपसे प्रचार कर रहा हूं और बिजली के तेज के समान पवित्र आत्मा के सामर्थ्य को मैं महसूस कर रहा हूं, और उस महसूस करते हुए उस अनुभव के साथ मैं कहना चाहता हूं कि आने वाले दिनों में आप शैतान के हर एक बातों के ऊपर आप जयवंत लेने जा रहे हैं। ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയുടെ ആകാശമണ്ഡലത്തിൽ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആകാശമണ്ഡലത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ വാളുമായി ഒരു പോരാട്ടത്തിനിറങ്ങുകയാ. इस वक्त मैं प्रचार करते वक्त दिल्ली के वातावरण के ऊपर, हमारे राज्य के वातावरण के ऊपर हमारे लिए, हमारे साथ लड़ाई करने के लिए प्रभु के दूत लोग तलवार लेकर खड़े हैं। എന്നോട് കൂടി അന്യഭാഷ പറയാമെങ്കിൽ ചില നിമിഷങ്ങൾ അന്യഭാഷ പറ. യുദ്ധം നമ്മുടേതല്ല, യുദ്ധം യഹോവയുടേതാണ്. ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. मेरे साथ प्रार्थना कर सकते हैं, बोल सकते हैं, तो मुंह खोलकर अन्य भाषा में परमेश्वर की स्तुति करे। युद्ध हमारा नहीं है, युद्ध हमारा परमेश्वर के लिए है, और हमारा परमेश्वर युद्ध के लिए तैयार खड़ा है। अन्य भाषा സംസാരിച്ചാട്ടെ ചില മിനിറ്റുകൾ. റഗോനിയ സന്ധേ ലൈനസ് കറോബിയാന സേദിൽ വിഗോ നെഗസിയ റൈഡൽ കമോനിയ അബ്ദലെ വൈഡൽ കമാനിയ യാനക്കയോ മുറിക്കാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാവിലെ ഇറങ്ങുന്നു. ओ हालेलुया, पवित्र आत्मा के सामर्थ्य आपके अपने कमरों में बड़े सामर्थ्य के साथ उतर आ रहा है। हालेलुया. നിങ്ങൾ നോക്ക്, ഈ സ്പിരിറ്റിന് മനസ്സിലായി എനിക്കിനി തുടരാൻ പറ്റത്തില്ല. इस आत्मा, जो दुष्ट आत्मा इस बहन के ऊपर थी, उसको समझ में आ गई कि अब इस पवित्र आत्मा के सामने, दर्शन के सामने, इस व्यक्ति के सामने मैं टिक नहीं पाऊंगी. എന്താ കാരണം? എന്നെ ഓവർകം ചെയ്യുന്ന ഒരു സ്പിരിറ്റ് മക്കദോനിയയിൽ എത്തിക്കഴിഞ്ഞു. क्योंकि मुझसे भी बढ़कर, मुझसे भी सामर्थ्य एक आत्मा जो है मैसेडोनिया के पास पहुंच चुका है. ഇവിടെ പിശാച് ചെയ്തൊരു ദോഷം നിങ്ങൾ കണ്ടോ? പിടിച്ചു നിൽക്കാൻ പോകുന്നു പറഞ്ഞപ്പോ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകുകയാ. സാത്താൻ ദൈവദാസന്മാരെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ആ സ്പിരിറ്റും ഇവളുടെ സ്പിരിറ്റും ഒന്നാണെന്ന് ജനത്തെ ധരിപ്പിക്കാനുള്ള പിശാചിന്റെ തന്ത്രം. देखिए, शैतान के चाल को देखिए, प्रभु के दासों के अच्छी बातें कहकर लोगों में भ्रम की स्थिति फैलाने के लिए, और लोगों को ये समझाने के लिए कि उनके ऊपर जो आत्मा है और हमारे ऊपर जो आत्मा है वो एक समान की आत्मा है, इस प्रकार की वातावरण को उन्होंने बनाया. ഞാൻ ദൈവദാസന്മാരോട് പറയാം, ഉപദേശം വിട്ടൊരു കോംപ്രമൈസിനും സഭ തയ്യാറാകരുത്. ആമേ. ഇതാ തനിച്ചു പാർക്കുമ്പോൾ ജനം, നാം അവരെ പോലെ അല്ല, നമ്മുടെ പൗരത്വം ഇവിടെ അല്ല. വിശ്വസിച്ചോ, നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. സഭ ഇന്ത്യയിൽ തോറ്റുപോകത്തില്ല.
वचन को छोड़कर किसी बात को समझौता नहीं करना, वचन से किसी प्रकार के समझौता नहीं करना। इन दिनों में हमारे लिए जीवित परमेश्वर जो स्वर्ग में है वो हमारे लिए उतरा कर कार्य करने वाला है। ഹല്ലേലൂയ. നിങ്ങൾ നോക്ക്, പൗലൂസ് ഒരു ചെറിയ മനുഷ്യനാണോ? അല്ല. देखिए, प्रेरित पौलुस क्या छोटा मनुष्य है? नहीं। ഗമാലിയേലിന്റെ പാദത്തിലിരുന്ന് വചനം പഠിച്ചവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, റോമ പൗരത്വമുള്ളവൻ, കപ്പലുടമയുടെ മകൻ, ഈ മനുഷ്യനെ വലിച്ചെഴച്ചു എന്ന് പറഞ്ഞാൽ എതിരെ നിൽക്കുന്ന സ്പിരിറ്റിന്റെ സ്വാധീനം എന്നാന്ന് ആലോചിച്ച് നോക്കിയേ. जरा विचार कीजिए, प्रेरित पौलुस जो गमालियों के चरणों में बैठकर शिक्षा पाई हुई विद्वान और जहाज का मालिक और धनी व्यक्ति, और उस व्यक्ति को भरी सभा में खींच कर लेके गए, तो जरा सोचिए जो लेके गए उन लोगों की अंदर वास करने वाली आत्मा के सामर्थ्य क्या थी। ഞാൻ ദൂതിന്റെ കൺക്ലൂഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. मैं उस भविष्यवाणी के अंत की ओर मैं आ रहा हूं। പൗലൂസിനെ വലിച്ചെഴക്കുകയാണ്. पौलुस को खींच कर लेकर जा रहे हैं। ഒരു ദൈവ മനുഷ്യൻ നിലത്ത് കിടന്ന് വലിയുകയാണ്. परमेश्वर के दास जमीन पर उसको जमीन पर उसे घसीटा जा रहा है। ആ കിടക്കയിൽ കിടന്ന പൗലൂസിനോട് ചോദിക്കാം, ദൈവശബ്ദം അനുസരിച്ചത് കൊണ്ടാണോ എന്നെ വലിച്ചഴയ്ക്കുന്നത്? हम उससे ये सवाल पूछ सकते हैं, क्या आपने परमेश्वर का दर्शन पाया है इसलिए क्या आप जमीन में घसीटे जा रहे हैं? ദൈവാലോചന സ്വീകരിച്ച് സുവിശേഷം എടുത്തോണ്ട് മക്കദോന്യ വന്നത് കൊണ്ടാണോ എന്നെ വലിച്ചഴയ്ക്കുന്നത്? परमेश्वर के दर्शन पाकर, परमेश्वर की बुलाहट पाकर सुसमाचार को उठाने के कारण क्या मसेडोनिया के इस जमीन पर आप घसीटे जा रहे हैं? ഒരു ദൈവാലോചന സ്വീകരിച്ച് ഡൽഹിയിലേക്ക്, രാജസ്ഥാനിലേക്ക്, ബീഹാറിലേക്ക്, മധ്യപ്രദേശിലേക്ക് ഞങ്ങൾ പോയത് കൊണ്ടാണോ ഞങ്ങൾ വലിച്ചിഴക്കപ്പെടുന്നത്? परमेश्वर के दर्शन पाकर उत्तर भारत के भिन्न भिन्न जगहों में, राजस्थान, दिल्ली, बिहार में हम गए हैं, इसलिए क्या इस कारण से हम इस जमीन में हमारी भी अपमान और हम भी इस प्रेरित पौलुस के समान हम घसीटे जा रहे हैं क्या? ഈ ഉപവാസ പ്രാർത്ഥനയിൽ സഭയോട് പറയാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ദൂത് ഞാൻ പറയാം. പൗലൂസേ, നിന്നെ വലിച്ചടയ്ക്കുന്നത് മരണത്തിലേക്കല്ല. പൗലൂസേ, നിന്നെ വലിച്ചടയ്ക്കുന്നത് തകർച്ചയിലേക്കല്ല. നിന്നെ വലിച്ചടയ്ക്കുന്നത് നീ കണ്ട ദർശനത്തിലേക്കാണ്. അവിടെ ഉണ്ട് നിന്റെ മക്കദോന്യക്കാരനായ പുരുഷൻ. से मैं दूध कहना चाहूंगा, हे प्रेरित पौलुस, जो तुझे घसीटे जा रहे हैं कि तुझे निराशा की ओर नहीं, तुझे मृत्यु की ओर नहीं, तेरे जीवन के समाप्ति की ओर नहीं, बल्कि मसिडोनिया के जो दर्शन मैंने जो दिया है उस दर्शन की ओर, उस सेवकाई की ओर मैं तुझे लेकर जा रहा हूं। ദൈവദാസന്മാരോട്, ദൈവമക്കളോട് പരിശുദ്ധമ വ്യക്തമായിട്ട് ആലോചന പറയുകയാ. വലിച്ചിഴക്കപ്പെടുന്നത് പോലെ നിന്റെ മുൻപിൽ നീ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ തകർച്ചയ്ക്കല്ല, അത് ദർശനത്തിലേക്കാണ്, അത് വാഗ്ദത്ത നിവർത്തിയിലേക്കാണ്, അത് വിടുതലിലേക്കാണ്, അത് ദൈവം തെളിയിക്കാൻ പോലെയാ. प्रभु के दास लोग और मसीह लोगों से मैं कहना चाहूंगा, प्रेरित पौलुस के समान जो घसीटे जाने का, जो अपमानित होने का, निंदा होने का जो सामना अनुभव आप कर रहे हैं, ये उस बात की ओर नहीं बल्कि इस बात की ओर है जो परमेश्वर ने आपसे किया है, जो परमेश्वर ने जो वायदे जो आपको दिए हैं, उस वायदे की ओर, उस दर्शन की ओर परमेश्वर आपको लेकर जा रहा है। ആരോടൊക്കെയോ ദൈവാത്മാവ് തൊട്ട് സംസാരിക്കുകയാ. അപ്രതീക്ഷിതമായി നിന്റെ ലൈഫിൽ വന്നു കയറിയ ചില ഇൻസിഡൻസുകൾ അത് തകർച്ചയ്ക്കല്ല, അത് വാഗ്ദത്തത്തിലേക്കാണ്. അത് തകർച്ചയ്ക്കല്ല, അത് ദർശനത്തിലേക്കാണ്. അത് തകർച്ചയ്ക്കല്ല, അത് വാഗ്ദത്തത്തിലേക്കാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ദൂതനോട് പ്രതികരിക്കുക. इसी से पवित्र आत्मा कह रहा है कि आपके जीवन के
उम्मीद के खिलाफ जो परेशानी, जो समस्या, जो कठिनाई, जो निराशा जो आपके जीवन में आई है, वो आपको हराने के लिए नहीं, वो आपको पराजित करने के लिए नहीं, बल्कि परमेश्वर के वायदा, परमेश्वर का वायदा, परमेश्वर का वाचा, परमेश्वर का जो दर्शन जो है वो पूरा होने के लिए है, उसको पूरा करने के लिए है इस प्रकार की समस्या और कठिनाई और परेशानियां। എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ദൈവമക്കളോട് പറയുകയാ, വലിച്ചിഴക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളെ നീ ദുർവ്യാഖ്യാനം ചെയ്യരുത്. വിശ്വാസത്തോടെ പറ, ഞാൻ പോകുന്നത് കൊലക്കയറിലേക്കല്ല, ഞാൻ പോകുന്നത് തകർച്ചയിലേക്കല്ല, മറിച്ച് നാളുകൾക്ക് മുമ്പേ ഞാൻ കണ്ട ദർശനത്തിലെ പുരുഷനെ ഞാൻ നേരിട്ട് കാണാൻ പോകുകയാണ്. अपने जीवन में आई हुई मुश्किलात को देखकर उसका गलत व्याख्या ना करे, बल्कि आप पराजय की ओर नहीं, आप मृत्यु की ओर नहीं, आप मृत्यु के रस्सी की ओर नहीं, बल्कि सालों पहले जो परमेश्वर ने आपके लिए जो वायदे किए हैं, जो आपके लिए जो वाचा बांधी है, उस वाचा के और उस वायदे की ओर परमेश्वर आपको लेकर जा रहा है. പൗലോസേ, അങ്ങ് പോകുന്നത് എങ്ങോട്ടാണ്? पौलुस, आप कहां की ओर जा रहे हैं? 4 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേൾക്കണം. 4 बातें मैं कहना चाहूंगा, ध्यान से सुनिएगा. 1, കുറ്റവാളിയായി കാരാഗൃഹത്തിലേക്കല്ല, വാഗ്ദത്ത നിവൃത്തിക്കായിട്ടാണ് ഞാൻ പോകുന്നത്. आरोपी बनकर बंदी गृह की ओर नहीं, बल्कि परमेश्वर के जो वायदा है उस वायदे के पूरे होने के लिए, उस समाप्ति की ओर के लिए मैं जा रहा हूं. ദൂത് രണ്ടാമത്തത് കേട്ടോളുക, കാലാമത്തിലും കൈ ചങ്ങലയിലും ബന്ധിക്കപ്പെടാൻ പോകുകയല്ല, ഞാൻ നിമിത്തം അവിടെ ഉള്ളവരുടെ ബന്ധനം അഴിയാൻ പോകുകയാണ്. दूसरा, हाथ और पैर जंजीरों में बंद कर जकड़ कर बैठने के लिए नहीं, ഗ്രഹത്തിൽ ഇരുട്ടാണ്. എന്നാൽ പൗലൂസ് ചെന്ന് കഴിഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്ത് കയറിയെങ്കിൽ, നിന്നെ കാരാഗ്രഹത്തിൽ വിട്ടത് ഇരുട്ടിന്റെ അകത്തിരിക്കാനല്ല, ഇരുട്ടുള്ളിടത്ത് നീ നിമിത്തം വെളിച്ചം വെളിപ്പെടാൻ പോകുകയാണ്. आप उस अंधेरी कोठरी की ओर नहीं, बल्कि उस कोठरी की ओर नहीं जहां पर रोशनी है, बल्कि आप जहां जा रहे हैं वहां पर आपके द्वारा कोठरी चमकने के लिए, प्रकाश होने के लिए, देखिए उस कोठरी की ओर जलता हुआ दिया लेकर उस रखवाला सामने आता है. और परमेश्वर का दूत इस प्रकार से है कि आप अंधेर करने वाली जगह या कोठी की ओर नहीं, बल्कि आपके द्वारा प्रकाश होने वाले उस जगह की ओर आप जा रहे हैं. ഇന്ന് വെളുപ്പിന് 4:30 മണി ആയപ്പോൾ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ ദൂതുകൾ കർത്താവിനോട് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ മുറിക്കത്തിരുന്ന് ഉറക്കെ പറഞ്ഞു, ഞങ്ങൾ ഇരുട്ടിലേക്കല്ല, ഞങ്ങൾ വെളിച്ചത്തിലേക്കാണ്. ഞങ്ങൾ അടിമയായിട്ടല്ല, ഞങ്ങൾ ഉടമയായിട്ടാണ്. ഞങ്ങൾ ബന്ധിക്കപ്പെടാനല്ല, ബന്ധനം അഴിക്കാനാണ്. ഞങ്ങൾ കുറ്റവാളിയായി കാരാഗ്രഹത്തിലേക്കല്ല, ഞങ്ങൾ വാഗ്ദത്ത നിവർത്തിക്കായി പുറപ്പെടുകയാണ്. सुबह 4:30 बजे अपनी प्रार्थना कमरे में प्रार्थना के साथ जब मैं बैठा, तो पवित्र आत्मा ने कहा कि हम बंदी गृह की ओर नहीं, हम जंजीर के ओर नहीं, हम गुलामी के ओर नहीं, हम अंधेरे की ओर नहीं, बल्कि परमेश्वर के वायदा की ओर, परमेश्वर के प्रकाश की ओर, बल्कि जीवन की स्थिति के बदलावट की ओर हम कदम रखने जा रहे हैं. ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. एक शब्द और कहकर प्रार्थना की ओर जाऊंगा. നിങ്ങൾ ഈ വാക്ക് കേൾക്കാതെ പോകരുത് ദയവായി. कृपया आप इसको अनसुना ना करें. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ഉണർന്നു. पौलुस और शीलास भोर को वो उठे.
ദേഹം മുഴുവൻ അടിയേറ്റതിന്റെ വേദനയുണ്ട്. शरीर पूरा मार खाने का घाव और दर्द के साथ है. വേണമെങ്കിൽ അർദ്ധരാത്രിയിൽ ഉച്ചത്തിൽ കരയാം. आधी रात को भोर को आप वो लोग रो सकते हैं, चिल्ला सकते हैं. ഹൃദയത്തിനകത്ത് കണ്ട ദർശനം ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. मन के अंदर पाया हुआ दर्शन है, या उस दर्शन के लिए प्रार्थना कर सकते हैं. വേദനയോട് പ്രതികരിച്ചാൽ നിലവിളിക്കാം, ദർശനത്തോട് പ്രതികരിച്ചാൽ പ്രാർത്ഥിക്കാം. उस दर्द के प्रति चिल्ला सकते हैं, रो सकते हैं, या जो दर्शन पाया है उस दर्शन के प्रति प्रार्थना कर सकते हैं. ആ രാത്രിയിൽ പൗലോസ് തീരുമാനിച്ചു, ഇത് വേദനയോട് പ്രതികരിച്ച് കരയേണ്ട രാത്രിയല്ല, ഇത് ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട രാത്രിയാണ്. परंतु प्रेरित पौलुस ने अपने दर्द के प्रति रोया नहीं, चिल्लाया नहीं, बल्कि उस दर्शन के प्रति जो पाया है उसके प्रति प्रार्थना करने का समय है और प्रार्थना किया. ദർശനത്തോട് നീ പ്രതികരിക്കാൻ മുട്ടിന്മേലിരുന്നാൽ അടിസ്ഥാനങ്ങൾ ഇളക്കാൻ എന്റെ ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ്. जो दर्शन आपने पाया है उस दर्शन के प्रति अगर आप जवाबदेही रखते हैं तो आप जहां बैठे हैं वहां की उस आधार को भी हिला सकता है. എന്റെ മാന്യരായ ദൈവദാസന്മാരെ, ക്രിസ്തുവിൽ ശക്തന്മാരായ അഭിഷിക്തന്മാരെ, കർത്താവിന്റെ ദാസിമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയാൻ എന്റെ കയ്യിൽ യേശു ഏൽപ്പിച്ച ദൂത് തുരുമ്പ് പിടിക്കാതെ ക്ലാവടിക്കാതെ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരികയാ. ദൂത് ഇത്രയേ ഉള്ളൂ, നിന്നെ വലിച്ചഴയ്ക്കുന്നത് തകർച്ചയിലേക്കല്ല, ദർശനത്തിലേക്കാണ്. എത്ര പേര് കരമടിച്ച ദൂതിന് ആമേൻ പറയുന്നു? നിന്നെ വലിച്ചഴയ്ക്കുന്നത് തകർച്ചയിലേക്കല്ല, ദർശനത്തിലേക്കാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. प्रभु के दास दासियों, मेरे माता बहनों, बच्चों, मैं आपसे यही कहना चाहूंगा, जो आपके जीवन में मुश्किलातों की वजह से जहां आप घसीटे जा रहे हैं वो पराजय की ओर नहीं है, बल्कि जो आपने दर्शन पाया है उस दर्शन की समाप्ति के लिए, उस दर्शन के पूरा होने के लिए प्रभु आपको लेकर जाना चाहता है. സ്വർഗീയ പിതാവേ, ഈ ഡിസ്ട്രിക്റ്റിനെ, എന്റെ കർത്തൃദാസന്മാരെ, എന്റെ മാതാക്കളെ, പിതാക്കളെ, ഈ ഡിസ്ട്രിക്റ്റിനെ നയിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ, ആമേ ലോക്കൽ സഭകളിൽ ശുശ്രൂഷിക്കുന്ന അഭിഷിക്തന്മാരെ എല്ലാം യേശുപ്പച്ചന്റെ കയ്യിലോട്ട് തരുന്നു. 2022 അവർ ദൈവത്തിന്റെ കൊടിയായി മാറട്ടെ. വലിച്ചിഴയ്ക്കുന്നത് തകർച്ചയിലേക്കല്ല, ദർശനങ്ങളിലേക്കാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എന്നെ ക്ഷണിച്ച ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ ഈ ഡിസ്ട്രിക്റ്റിനോട്, ഡിസ്ട്രിക്ട് പാസ്റ്ററോട്, ആമേൻ, ഡിസ്ട്രിക്റ്റിന്റെ മറ്റ് ദൈവദാസന്മാരോട് ഐ താങ്ക് യു ഓൾ ഓഫ് യു. മേ ഗോഡ് ബ്ലെസ് യു. എന്നെ നിങ്ങളോർത്ത് പ്രാർത്ഥിക്കുക. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. मैं धन्यवाद देता हूं डिस्ट्रिक्ट को और मुझे आमंत्रित किए प्रभु के दास को, डिस्ट्रिक्ट के तमाम मसीह मंडलियों को और डिस्ट्रिक्ट के पासवानों को भी मसीह वंदना देता हूं. मुझे भी अपनी दुआओं में स्मरण रखिएगा. प्रभु आप सभी को आशीषित करे. ദൈവ നാമത്തിന് മഹത്വം. പരമേശ്വരി നാം की स्तुति हो, महिमा हो. अच्छा महत्वपूर्ण